നമസ്കാരം, ഞാൻ ലക്ഷ്മി കാണത്ത്. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ലോക പ്രശസ്തനായിട്ടുള്ള ഫോമർ സ്പേസ് സയന്റിസ്റ്റ്, ലോയർ, മാത്തമാറ്റീഷ്യൻ, ടെക്നോക്രാറ്റ്, അങ്ങനെ അനേകം മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഡോക്ടർ TP ശശികുമാർജിയാണ്. അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നത് ഒരു ആത്മീയ പാരമ്പര്യം കൂടിയാണ്. KPC അനുജൻ ഭട്ടതിരിപ്പാടിൻ്റെയും ലോകപ്രശസ്തനായിട്ടുള്ള സ്വാമി രാമയുടെയും ശിഷ്യനായിട്ടുള്ള സ്ഥാപത്യവേദം പഠിച്ച സ്ഥപതി കൂടിയാണ് അദ്ദേഹം. നമ്മുടെ ആത്മീയ പ്രഭാഷണങ്ങളിലെല്ലാം ഒരു പ്രമുഖ വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം. സനാതന ധർമ്മത്തില് ഏറ്റവും അധികം പ്രാവീണ്യമുള്ള ഒരു വ്യക്തി കൂടിയാണ്. സ്വാഗതം TP ശശികുമാർജി. നമസ്കാരം TPSG, നമ്മൾ കഴിഞ്ഞ ദിവസം സാഖ്യയോഗത്തിലെ ഭഗവത്ഗീത സാഖ്യയോഗത്തിലെ 13-ാം ശ്ലോകത്തിലാണ് നിർത്തിയത്. ഇന്ന് നമുക്ക് 14-ാം ശ്ലോകം മുതലുള്ള വിശദീകരണങ്ങൾ അങ്ങയിൽ നിന്ന് കേൾക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. തുടങ്ങാം. ഈ സാഖ്യയോഗം നമ്മൾ പറഞ്ഞു, അതാണ് അർജുനനെ നന്നാക്കാനുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാനുള്ള, ജീവിതത്തിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്, ദുഃഖിതനായിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്നും എങ്ങനെയാണ് മോചിതനാക്കിയിട്ട് ഒരു പുരോഗമനത്തിന്റെ വഴിയിലേക്ക്, അത് പഠനത്തിലൂടെയും, ആ പഠനത്തിന് മുമ്പ് വേണ്ടത് അതിനോടുള്ളൊരു പാഷൻ. ആ പാഷൻ എന്ന് പറയുന്നത് വിഷമത്തിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒന്നും പഠിക്കാൻ പറ്റില്ല. അപ്പൊ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? നമ്മൾ നല്ല ദുഃഖത്തിലിരിക്കുമ്പോൾ നമ്മളോട് ആരെങ്കിലും പറയുമ്പോൾ നമ്മൾ ആദ്യം അവരെ റിജക്റ്റ് ചെയ്യാനാണ് നോക്കുക. കാരണം എല്ലാവരും ശത്രുക്കളായിട്ട് തോന്നും, തൊട്ടടുത്ത ബന്ധുക്കൾ പോലും. ആ ഒരു അവസ്ഥയിലാണ് ചിലപ്പം അവരെ നന്നാക്കാൻ വേണ്ടി ശത്രുവായിട്ട് അഭിനയിച്ച് പതുക്കെ മിത്രമായിട്ട് മാറുന്ന ഒരു ടെക്നിക്കൊക്കെ കൗൺസിലിങ്ങിൽ ഡോക്ടർ കൃഷ്ണൻ ഉപയോഗിച്ചിരിക്കുന്നുണ്ടാവുക. അപ്പൊ ലൈഫ് എന്ന് പറയുന്നത് വലിയൊരു ഫ്ലോ ആണ്. അത് കൃത്യമായിട്ട് എല്ലാവർക്കും അതിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് നന്നായിട്ട് പോകണമെങ്കിൽ സന്തോഷമായിട്ടിരിക്കുകയാണ് ആദ്യം വേണ്ടത്. അതുകൊണ്ടാണ് 2-ാമത്തെ അധ്യായത്തില് 11-ാമത്തെ ശ്ലോകമാണ് ഭഗവത്ഗീതയുടെ കാതൽ എന്ന് പറയാം. അശോച്യ അനന്യ ശോചസ്ത്വം എന്നുള്ളത്. അതിന്റെ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ മലയാളം ട്രാൻസ്ലേഷൻ ഞാൻ പറഞ്ഞല്ലോ, മാത്ര വെച്ചിട്ട് കറക്റ്റായിട്ട് മീറ്റർ വെച്ചിട്ട്, ഗായത്രി ആണെങ്കിൽ ഗായത്രി, അനുഷ്ടുപ്പാണെങ്കിൽ അനുഷ്ടുപ്പ്, അതേ സംസ്കൃത വ്യാകരണത്തിലാണ് തമ്പുരാന്റെ വിവർത്തനവും. അശോച്യരിൽ ശോച്യയാം നീ, പ്രജ്ഞാവാദങ്ങൾ ചൊൽകയാം, പ്രാണൻ പോയോരിലും പോകാത്തോരിലും ശോച്യാഭുതൻ. എന്തിനാണ് ഇങ്ങനെ ജീവിച്ചിരിക്കുന്നവരിലും പ്രാണൻ പോയോരിലും പോകാത്തോരിലും എന്നാണ്. പോകാൻ പോകുന്നവരെ കുറിച്ച് ഭയപ്പെടണം. വളരെ കൃത്യമായിട്ടാ വാക്കുകള്. കഴിഞ്ഞു പോയവരിലും ഇപ്പൊ ജീവിക്കുന്നവരും വേണം. അവര് പോവാൻ പോകുന്നവരാന്നുള്ള ധാരണ നമുക്ക് ആവശ്യമില്ല. കാരണം അവര് പോയി കഴിഞ്ഞാൽ പിന്നെ അവരെ കുറിച്ച് ആലോചിക്കണ്ട. പോകാൻ പോകുന്നവരെ കുറിച്ച് നമ്മളിപ്പോ ആവലാതി വേണ്ട. എന്ന് വെച്ചാൽ പാസ്റ്റിനെ കുറിച്ചും വേണ്ട, ഫ്യൂച്ചറിനെ കുറിച്ചും വേണ്ട, പ്രസന്റിലാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നാണ് ഭഗവാൻ കൃഷ്ണനോട് പറയുന്നത്. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ കുറേ തരത്തിലുള്ള ഗുരുക്കന്മാരാണ് നമുക്ക് ഉണ്ടാവുക. ഒന്ന് സ്പർശിച്ചിട്ട് നമ്മളെ നന്നാക്കും, ആശീർവാദം കൊടുത്തിട്ടും ഒക്കെ, തൊട്ടിട്ടും ഒക്കെ. തൊട്ടടുത്തിരിക്കുക എന്നുള്ള വാക്ക് തന്നെ ഉപനിഷത്തിലാണ് സാധാരണ. മറ്റൊന്നുള്ളത് മന്ത്രത്തിലൂടെ കൊടുക്കാൻ പറ്റും. മറ്റൊന്ന് ദീക്ഷയിലൂടെയാണ്. ബ്രഹ്മചര്യം അർപ്പിക്കുന്നവർക്കാണ് ദീക്ഷ കൊടുക്കുക. മറ്റൊന്ന് ഞാൻ പറഞ്ഞു, നമ്മൾ പടം വെച്ചിട്ടോ ഒക്കെ ചെയ്യുന്ന ഒരു ഇൻസ്പയർ ചെയ്യാൻ പറ്റും ഒരാളുടെ. അത് തുണിയിലും പറ്റും. ഓരോ മാതിരി ചായം പൂശിയ കീറത്തുണിയുടെ വേദാന്തം എന്ന് പണ്ട് മലയാള കവി എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ കീറത്തുണി ആയാലും ഒരു ടവലിന്റെ പീസായാലും അത് ഇന്നാള് തന്നതാണ് എന്നുള്ളത് കൊണ്ട് പെട്ടിയിൽ മടക്കി സൂക്ഷിച്ചു വെക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും. അതൊരു ഇൻസ്പിറേഷനാണ്. ഇവിടെ നമുക്കുള്ളത് ഈ ഗ്രൂപ്പ് പെട്ടിട്ടുള്ള ആളൊന്നുമല്ല. കൃഷ്ണൻ എന്തെങ്കിലും കൊടുത്തുകൊണ്ട് മയിൽപ്പീര് കയ്യിൽ വെച്ചിട്ടൊന്നുമല്ല അർജുൻ ഇരിക്കുന്നത്. അദ്ദേഹം മന്ത്രദീക്ഷ കൊടുത്തിട്ടുമില്ല. പിന്നെയോ തൊട്ടിട്ട് സംസാരിച്ചിട്ടുമില്ല കൃഷ്ണൻ. കുറച്ച് ദൂരെ നിന്നിട്ട് തന്നെയാണ്. നമ്മൾ കാണുന്ന ഈ ഓട്ടോറിക്ഷയുടെ ഡിസ്റ്റൻസ് അല്ല തേരിന്. തേര് എന്ന് പറഞ്ഞാൽ 20 മീറ്റർ ഒക്കെ ഉണ്ടാവും. അപ്പൊ ഫ്രണ്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ബാക്കിൽ ഇരിക്കുന്നവളെ തൊടാൻ പറ്റുമൊന്നുമില്ല. ആ ഒരവസ്ഥയിൽ ഇവിടെ നമുക്ക് ലൈവ് ആയിട്ടുള്ള ഗുരുവാണ്. സംസാരിക്കുമ്പോൾ ആ സമയത്ത് എന്തൊക്കെ പഠിപ്പിക്കാൻ പറ്റുമോ, ആ കോണ്ടെക്സ്റ്റിൽ എന്താണോ ആവശ്യം
പണ്ട് പഠിച്ച പാഠങ്ങൾ ഇപ്പോൾ ഒരുവിടെ അല്ല ചെയ്യുന്നത്, ലൈവാണ്. ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോൾ ലൈവിനല്ലേ ഗുണം ഉണ്ടാവും, അതുപോലെയാണ് ഇത് ലൈവായിട്ട് അയാളെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ ഈ ഒരു ഡാർക്ക്നെസ്സിൽ നിന്നും, ഇഗ്നറൻസിൽ നിന്നും, അറിവില്ലായ്മയിൽ നിന്നും അദ്ദേഹത്തെ മുകളിലേക്ക് കയറ്റിക്കൊണ്ടുവന്ന് എലിവേറ്റർ വെച്ച പോലെയാണ്, ലിഫ്റ്റിൽ വെച്ച പോലെ താഴത്തെ നിലയിലാണ് അത് കയറ്റി മുകളിൽ കൊണ്ടുപോയാൽ സൂര്യന്റെ അടുത്തേക്ക് എത്തുള്ളൂ. അപ്പം കുറച്ചും കൂടി ഉയർച്ചയിലേക്ക് എങ്ങനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും എന്ന് ലൈവായിട്ട് കാണിച്ചു കൊടുക്കുന്നതാണ്. അപ്പൊ അതിൽ രണ്ട് സംഭവങ്ങളാണ്, ഒന്ന് കർമ്മവും ഒന്ന് ജ്ഞാനവും. അതിന് കൃത്യമായിട്ട് വേണ്ടത് നമുക്ക് എന്താണോ അത് ഭക്തിയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഭക്തി ഉണ്ടാവുമ്പോഴേ ശ്രദ്ധയുണ്ടാവുള്ളൂ. ആങ്സൈറ്റിയും ടെൻഷനും പ്രഷറും ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ ആദ്യം വെറുക്കുന്നത് ഭഗവാനെയാണ്. കാരണം അദ്ദേഹമാണല്ലോ എന്നെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടുവരുത്തി എന്നുള്ളൊരു ധാരണ ഉണ്ടാവും. ഇവിടെ നേരെ തിരിച്ചാണ്, ആ ഭഗവാൻ തന്നെ വഴക്ക് പറഞ്ഞ് വെറുപ്പിക്കുകയാണ്. കാരണം അത് സാധാരണ എല്ലാവർക്കും ഉള്ള സ്വഭാവമാണ്. എനിക്ക് അങ്ങനെ ഉണ്ടെങ്കിലും എന്നിട്ട് അവൻ പോവോ നോക്കുകയാണ്. ആ പോണില്ല എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ സാധാരണ എങ്ങനെയാണല്ലോ, വെറുപ്പുണ്ടാക്കി കഴിഞ്ഞാൽ അദ്ദേഹം പോവും, അങ്ങനെ പോയിക്കോട്ടെ വെച്ചിട്ട്. അപ്പൊ സ്വയം നമ്മൾ ഇച്ഛാശക്തി വെച്ചിട്ട്, സ്വയം നിർദ്ദേശങ്ങൾ വെച്ചിട്ട്, സ്വയം ഉയരാനുള്ള ഒരു ഭാവന ഉള്ളിൽ ഉണ്ടാവുമ്പോഴാണ് ആ ഒരു മാറ്റം നമ്മളിൽ ഉണ്ടാവും. അത് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന തോന്നലായതുകൊണ്ട് ഇവിടെ ഭക്തിയേക്കാൾ കൂടുതൽ വേണ്ടത് സങ്കല്പശക്തി എന്നാണ് പറയാം. ആ സങ്കല്പശക്തിയാണ് നമ്മളിപ്പം ഇംഗ്ലീഷിലൊക്കെ ഓട്ടോ സജഷൻ എന്ന് പറയല്ലോ. ആ ഓട്ടോ സജഷന്റെ മലയാളം വേണമെങ്കിൽ സങ്കല്പശക്തി എന്ന് പറയാം. അതാണ് നമ്മുടെ വിൽ പവർ. ഞാൻ എനിക്ക് കൊടുക്കുന്ന സജഷനാണ്. അത് ഉള്ളിൽ നിന്ന് കൊടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഊർജമാണ് ഭഗവാൻ കൊടുത്തിരിക്കുന്നത്. അല്ലാണ്ട് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഭക്തി അല്ല. ഉള്ളിലുള്ള ഒരു പവറിനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് എങ്ങനെ ഇദ്ദേഹത്തെ ശരിക്കും ഒരു ഫൈറ്റർ ആക്കിയിട്ട്, അതുകൊണ്ടാണ് ധീരൻ എന്നുള്ള വാക്ക് 13ാമത്തെ അധ്യായം നമ്മൾ അവസാനിപ്പിച്ച സമയത്ത് അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത്, അല്ല 13ാമത്തെ വേഴ്സ് ശ്ലോകം നമ്മൾ അവസാനിപ്പിച്ച സമയത്ത് ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തര പ്രാപ്ത. അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ധീരൻ എന്നുള്ള വാക്കാണ്, അടുത്ത വാക്ക്. ആ ധീരൻ എന്നൊരാളെ വിളിക്കുമ്പോൾ തൻ്റെ ഉള്ളിലുള്ള ഒരു പവർ ഓട്ടോ സജഷൻ ഉപയോഗിച്ചിട്ട് ഞാൻ കൈതരാം എന്നല്ല പറഞ്ഞത്, അത് സ്വന്തം ധീരന്മാർക്ക് ഉണ്ടാവുന്ന ആ ഒരു അവസ്ഥ അതിലേക്ക് ഉണ്ടായാലേ താൻ നന്നാവുള്ളൂ. അതാണ് വൈസർ. ധീരന്മാർ വൈസറാണ്. ഏറ്റവും പ്ലസന്റ് ആയിട്ടുള്ള, ഏറ്റവും അറിവുള്ള ഒരു വ്യക്തിക്ക് എപ്പോഴും ഉണ്ടാവുന്നത് അദ്ദേഹം ധീരനായിരിക്കും എന്നുള്ളതാണ്. അറിവുണ്ട്, അത് ഭയപ്പെട്ടിട്ടല്ല പലതിനെയും നമ്മൾ ഇഗ്നോർ ചെയ്യുന്നത്. അത് നമ്മൾ ശല്യം ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് കുറേ പട്ടികൾ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഉണ്ടാവും. ആ പട്ടികളെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പട്ടി കൂടുതൽ കുരക്കുന്നേ ഉള്ളൂ. മൈൻഡ് ചെയ്യാണ്ടെന്നാല് ഉള്ളിൽ ധീരം ഉണ്ടെങ്കിൽ നമ്മൾ പോകുന്ന വഴിക്ക് പട്ടി വരികയില്ല. എപ്പോഴും അങ്ങനെയാണ്. കാരണം നമ്മളെക്കാളും സൈക്കോളജി അറിയുന്ന ഒരാളാണ് പട്ടികൾ എന്ന് പറയാറ്. ഉള്ളിൽ ഭയമുള്ള ആൾക്കാർ ഒട്ടനെ പട്ടി കുരക്കും. കാരണം ഇയാൾക്ക് ഭയമുണ്ടെന്ന് പട്ടിക്കറിയാം. നമ്മൾ തിരിച്ചടിക്കും എന്നൊരു ബോധം നമുക്ക് പട്ടിയുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടായാൽ പട്ടി ഓടും. കാരണം അതിനേക്കാളും നമ്മൾ പവർഫുൾ ആണെന്നുള്ളൊരു തോന്നൽ നമ്മൾ ഉണ്ടാവും. എല്ലാ മൃഗങ്ങളിലും ഉള്ളതാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് ഭയമാണ്. ആ ഭയമുള്ളപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ കൃഷ്ണൻ കൃത്യമായിട്ട് ധീര എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അർജുനന് കുറെ പേരുകളിൽ പറയുമ്പോൾ ധീരൻ എന്നുള്ള പേര് തന്നെ അർജുനെ വിളിക്കാം. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ആ പേരിലാണ് വിളിക്കേണ്ടതെന്നാണ് ഭഗവാന് തോന്നിയിരിക്കുന്നത്. അപ്പം അതാണ് ആ ഒരു 13ാമത്തെ ശ്ലോകത്തിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ ട്രാൻസ്ലേഷനും എനിക്കിഷ്ടം. ദേഹിക്കെങ്ങനെ ദേഹത്തിൽ ബാലത്വം കൗമാരം ജര ദേഹമാറ്റവും ഔവണ്ണം ധീരൻ നോവിക്കയില്ലതിൽ. അപ്പൊ ഒരു ധീരനായിട്ടുള്ള മനുഷ്യൻ എനിക്ക് പ്രായമായി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുക. ഒരു ചെറിയ കുട്ടി എനിക്ക് 13 വയസ്സായി ഭഗവാനെ എന്നിട്ട് പിറന്നാൾ ദിവസം കരയാണോ ചെയ്യുക? ആഘോഷിക്കുകയാണ് ചെയ്യുക. നമ്മൾ ഓരോ പിറന്നാളിലും ആഘോഷിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ബാലനായിട്ടുള്ള അവസ്ഥയിൽ നിന്നും ബാലത്വത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് പോകുന്ന സമയത്ത് വി സെലിബ്രേറ്റ്. എല്ലാം സെലിബ്രേഷനാണ്. മരണവും സെലിബ്രേഷനാണ് നമുക്ക്. കാരണം അത് കഴിഞ്ഞ് ഈ മോശം ദേഹം കളഞ്ഞുവല്ലോ എന്നുള്ളൊരു സെലിബ്രേഷനാണ് അവിടെ. പുതിയ ദേഹം കിട്ടാൻ പോവാണ് എൻ്റെ ആത്മാവിന്. അപ്പൊ ആരാണ് കരയുന്നത്?
ധീരന്മാരല്ലാത്തവരൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കും. ധീരന്മാരായിട്ടുള്ളവർക്ക് ഒരിക്കലും ഈ കരച്ചിൽ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ നോവിക്കലല്ല, അവനവന്റെ ഉള്ളിൽ നോവ് വരുമ്പോഴാണ്, അവനവനെ നോവിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു ദുഃഖം എന്ന് പറയുന്നത്. അതില്ലാതിരിക്കണം. സാർ ഇത് പറയുമ്പോ നമ്മുടെ സംസ്കാരവുമായിട്ട് ചേർത്തിട്ട് അങ്ങയിൽ നിന്നൊരു വിശദീകരണം തേടുകയാണ്. അങ്ങിപ്പോ പറഞ്ഞു മരണവും ആഘോഷിക്കപ്പെടുകയാണെന്ന്. ശരിക്കും ഇന്ന് ആ പറഞ്ഞ വാക്കുകള് അക്ഷരാർത്ഥത്തിൽ നടക്കുന്നത് തമിഴ്നാട്ടിൽ മാത്രമാണ് എന്നാണ് എൻ്റെ അറിവ്. അവര് ഡാൻസ് ചെയ്ത് അല്ലെ കൊണ്ടുപോകുന്ന, ആഘോഷപൂർവമാണ് ശവസംസ്കാരത്തിന് പോകുന്ന. അതിന്റെ ഒരു പിന്നിലുള്ള ഒരു ആചാരത്തിന്റെ പിന്നിലുള്ള ശാസ്ത്രവും ചരിത്രവും കൂടെ ഒന്ന് പറയാമോ ഈ കൂട്ടത്തില്? തമിഴ്നാട്ടിൽ മാത്രല്ല, നമ്മൾ പല ഭാഗത്തും, ഭാരതത്തിന്റെ പല ഭാഗങ്ങളിലും ഇത് ഇപ്പോഴും സുപ്രചാരത്തിലുള്ളതാണ്. പക്ഷെ കരയുക എന്നുള്ളത് ഈ ബാക്കിയുള്ളവർക്ക് ഒരു സങ്കടം ഉണ്ടാവുന്ന ഒരവസ്ഥയിൽ അത് കാണിക്കുകയും വേണം. പക്ഷെ എല്ലാ സെലിബ്രേഷനും, നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു കുറെ പേർക്ക്, ആ ഭക്ഷണം കൊടുക്കുന്നത് സെലിബ്രേഷൻ ആണ്. എന്താ സെലിബ്രേഷൻ? എന്നെ ആ സമയത്ത് സഹായിക്കാൻ വന്നിട്ടുള്ള ഒരു ടെസ്റ്റ് പ്രോസസ്സാണ്. എത്ര പേരുണ്ട് എനിക്ക് വേണ്ടിയിട്ട് വരുന്നവര്. അവർ ചിലപ്പോൾ നമ്മൾ അറിയാതെ തന്നെ പലപ്പോഴും പല കാര്യങ്ങളും നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടാവും. ഒരു മരണ വീട്ടിൽ കസേല ഓർഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ പന്തലിടുന്നത്, അല്ലെങ്കിൽ ബാക്കിയുള്ള അറേഞ്ച്മെന്റ് ചെയ്യുന്നത്, ബോഡി എടുത്തുകൊണ്ട് പോകുന്നത്, വിറക് കൊണ്ടുപോകുന്നത്, ഇതൊന്നും നമ്മൾ അറിയുന്നവരാവില്ല. അങ്ങനെ പലരും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. ആരൊക്കെയാണോ നമ്മുടെ വീട്ടിൽ വന്നത് അവരെയൊക്കെ നമ്മൾ ഒന്ന് സൽക്കരിക്കുന്നതാണ് ഈ ആചാരങ്ങളുടെ തുടക്കം. അപ്പൊ എല്ലാ ആചാരത്തിലും നമുക്കുള്ളത് ഒരു താങ്ക്സ് ഗിവിങ്, ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ഇത് അത്യാവശ്യം. അത് ജന്മം മുതൽ, ജനിക്കുമ്പോൾ സെലിബ്രേഷൻ ആണ്, ഒരു പെൺകുട്ടി മച്വർ ആകുമ്പോൾ സെലിബ്രേഷൻ ആണ്. അത് എന്തൊക്കെ സെലിബ്രേഷൻ ആണെന്ന് ആലോചിച്ച് നോക്കൂ. ഓരോ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് സെലിബ്രേഷൻ ആണ്, ഗർഭധാരണം എന്നുള്ള സെലിബ്രേഷൻ ആണ്, ഇതൊക്കെ സെലിബ്രേഷൻ ആണ്. കാരണം ഇത് സൊസൈറ്റിയുടെ റിക്വയർമെന്റ് ആണ്. ഇത് ചെയ്യുമ്പോൾ ഓരോ വ്യക്തിയും ഗർഭം ധരിക്കുന്ന സമയം മുതൽ അമ്മ വയറ്റിൽ കിടക്കുന്ന കുട്ടിക്ക് വേണ്ടിയിട്ട് നാട്ടുകാർ സെലിബ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞ അർത്ഥം ഇവന്റെ ജന്മം കൊണ്ട് നാടിന് എന്തോ ഉണ്ടാവാൻ പോവുകയാണ് ഗുണം എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ നമ്മുടെ ജന്മം കൊണ്ട് തന്നെ നമ്മൾ സോഷ്യൽ ബീയിങ് ആണെന്ന് ഡിക്ലെയർ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അദ്ദേഹം പോകുമ്പോൾ എന്താ ചെയ്യേണ്ടത്? പോകുന്ന സമയത്ത് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം ഭഗവാന്റെ അടുത്ത് ജോയിൻ ചെയ്യും എന്നുള്ള സങ്കല്പത്തിലാണ് നമ്മൾ പോകുന്നത്. അതല്ലാതെ സ്ഥിരമായിട്ട് നമ്മൾ പോകുന്നില്ല. അത് മരണം എന്നുള്ളതിന് ഇക്വലന്റ് ആയിട്ടാണ് ഇവിടെ ഭഗവാൻ ദേഹിക്ക് എങ്ങനെ ദേഹത്തിൽ ബാലത്വം, കൗമാരം, ജര, ഈ മാറ്റങ്ങളൊക്കെ വരുമ്പോ എന്തിനാണ് ഒരാള് കരയുന്നത്? കരയോ? ഇല്ലല്ലോ. ഞാൻ പ്രായം കൂടി എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും കരയുന്ന കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്റെ 13 വയസ്സ് 14 എത്തി എന്ന് പറഞ്ഞിട്ട് കരയുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ LK UKG എത്തി, 1ാം ക്ലാസ്സിലെത്തി എന്ന് പറയുമ്പോൾ ആരും കരയാ ചെയ്യാം. അപ്പൊ പ്രായം കൂടുമ്പോ നമ്മൾ കരയാതിരിക്കുന്നത് പോലെ തന്നെയാണ് മരണം വരുമ്പോഴും കരയാതിരിക്കുന്നത് എന്ന് പറഞ്ഞതിനർത്ഥം ഓരോ സെലിബ്രേഷനും എങ്ങനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെ മരണം കഴിഞ്ഞാലും സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. തമിഴ്നാട്ടില് അങ്ങനെ ഒരു കഥയുണ്ടല്ലോ, ഈ തെരിയാത് എന്ന് പറയുള്ള സാധാരണത്തിൽ. അപ്പൊ ഏതൊരു സിറ്റിയിലെത്തിയ സമയത്ത് ഈ ബിൽഡിംഗ് ആരുടെയാന്ന് ചോദിച്ചപ്പോ തെരിയാതെന്ന്. അങ്ങനെ കുറെ സംഭവങ്ങൾ കാണുന്നതൊക്കെ ചോദിച്ചപ്പോ ഉത്തരം പറഞ്ഞ തെരിയാതെന്നാണ്. അപ്പൊ ഏതോ ഒരാള് മരണം കഴിഞ്ഞിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ട് അടിച്ചിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഈ മരിച്ചത് ആരാന്ന് ചോദിച്ചു, തെരിയാതെ. ഇത്രയൊക്കെ ഉടമയായിരിക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ മരിച്ചു പോയിരിക്കുന്നത്. കാരണം എല്ലാരും തെരിയാതെന്നാണ്. ഇവന്റെ തമിഴ് അറിയാത്തോണ്ട് തെരിയാതെ എന്ന് പറഞ്ഞ ഒരാളുടെ പേരാന്നാ വിചാരിച്ചത്. അതുപോലെ നമ്മൾ അറിയുന്ന വ്യക്തിയാലും അറിയാത്ത വ്യക്തിയാലും നമുക്കൊരു കൺസേൺ ഉണ്ട്. ആ കൺസേൺ ആണ് ഭാരതീയ പാരമ്പര്യം. ഇതേ ചോദ്യങ്ങള് വെസ്റ്റിലില്ല. വെസ്റ്റില് എല്ലാ സംഭവങ്ങളും എന്ന് പറയുന്നത്, ഇപ്പൊ ഈവൻ സോഷ്യൽ സർവീസ് ഈസ് എ സർവീസ് ചെയ്യുക, നമ്മൾ സർവ് ചെയ്യുക ചെയ്യുന്നത്. അതല്ലാതെ നമ്മൾ അവരെ സഹായിക്കുക എന്നുള്ളൊരു ബോധത്തിലല്ല വേണ്ടത്. ആ ബോധത്തിൽ നിന്ന് നമ്മൾ ഒരു പണിഷ്മെന്റ് ആയിട്ട് മാറ്റുന്ന ഒരു ലോകമാണ് വെസ്റ്റേൺ ലോകം. അവിടെ എന്തെങ്കിലും നമ്മൾ കുറ്റം ചെയ്ത്, ഇപ്പൊ ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ആണെന്ന് വിചാരിക്കും ഒരാൾ, അയാൾക്ക് കൊടുക്കുക 10 ദിവസം സ്ട്രീറ്റ് ക്ലീൻ ചെയ്യൽ ഒരു പണിഷ്മെന്റ് ആണ്. അപ്പോ നമുക്ക് അങ്ങനെയല്ല. ഒക്ടോബർ 2-ാം തീയതി വന്നാൽ സ്ട്രീറ്റ് ക്ലീൻ ചെയ്യുക എന്നുള്ളത് ചെറുപ്പം മുതൽ നമ്മൾ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പണിഷ്മെന്റ് ആയിട്ടല്ലല്ലോ, സേവയായിട്ടാണ്. അപ്പൊ നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഒരാൾ മരിക്കുമ്പോഴായാലും നാട്ടിലൊക്കെ മാരേജ് ഉണ്ടാകുന്ന സമയത്ത് എത്രയോ ആൾക്കാർ വന്നിട്ടാണ്. ഞാനൊക്കെ എത്രയോ പേരുടെ മാരേജിന് പോയിട്ട് തേങ്ങ ചിരവിട്ടെന്ന് പറയും. കുശിനിപ്പണിക്ക് എല്ലാവർക്കും പബ്ലിക് ആയിട്ടുള്ള പണിയാണ്. അത് സെർവ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ. എന്റെ ജ്യോതിഷം പഠിപ്പിച്ചിട്ടുള്ള ഗുരു എന്ന് പറയുന്ന അദ്ദേഹം
പിന്നെ നല്ലൊരു കുശിനിക്കാരനും കൂടിയായിരുന്നു. നമുക്ക് എന്ത് പ്രശ്നം വന്നാലും, മരണം വന്നാൽ ക്രിയാകർമ്മങ്ങൾ ചെയ്യിപ്പിക്കാൻ അദ്ദേഹമാണ് മേൽനോട്ടുണ്ടാവുക. അത് 99 ഇയേഴ്സിലാണ് മരിച്ചത് അദ്ദേഹം. അപ്പം ആ മരിക്കുന്ന കാലം വരെ എപ്പോ വന്നാലും പോയി കാണുക എന്നുള്ളത് എൻ്റെ ഒരു കടമ പോലെയാണ്. കാരണം ചെറിയ 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 വിദ്യകളൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു പ്രായത്തിൽ പോലും അദ്ദേഹത്തിന് ജനങ്ങളെ സേവിക്കുക എന്നുള്ള ഒരു കാര്യമല്ലാതെ അവനവന് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് വിചാരിക്കാത്തൊരു മനുഷ്യനാണ്. എത്രയോ ആൾക്കാർക്ക് വേണ്ടിയിട്ട് മരണക്രിയകൾ ചെയ്യാനും ആ ചെയ്യുന്ന സമയത്തൊക്കെ ഒരു സങ്കടവും ഇല്ലാണ്ടാ ചെയ്യാം. അപ്പൊ ഇതൊക്കെ ആ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറയും ഇത് പോയി പിന്നെയും വരുമല്ലോ. അപ്പൊ എന്നെ കാണുമ്പോ എപ്പോഴും പറയും ഇതല്ലേ എന്റെ അച്ഛന്റെ പേര് പറഞ്ഞിട്ടാ വരിക. എന്നിട്ട് പറഞ്ഞു അദ്ദേഹം പോയിട്ടൊന്നും ഇതപ്പോ ഇവിടെ നിൽക്കുന്നുണ്ട് എന്റെ മുമ്പിൽ. അപ്പൊ എന്നെ കാണുന്ന സമയത്ത് എന്റെ അച്ഛനെയാണ് അദ്ദേഹം കാണുന്നത്. അതൊരു ജന്മം കാണുകയാണ് നമ്മൾ. അപ്പൊ ഒരാൾ മരിച്ചുപോയി എന്നുള്ളത് കൊണ്ട് നമ്മൾ ദുഃഖിക്കേണ്ട കാര്യമില്ല എന്ന് ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് ധീരന്മാർക്ക്, നല്ല വയസ്സായിട്ടുള്ള ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നു എന്ന് പറയുന്ന സമയത്ത് നമ്മൾ സങ്കടമല്ല വേണ്ടത്, സന്തോഷിക്കുക വേണ്ടത്. നല്ല ഒരു പ്രശസ്തി നേടിയിട്ട് ഒരാൾ ഒരു പൊസിഷനിലേക്ക് പോകുമ്പോൾ ആരെങ്കിലും കരയാ ചെയ്യാം? അല്ലല്ലോ. അപ്പൊ നമ്മളെ ഈ ജന്മത്തിൽ അവസാനം നമുക്കൊക്കെ വേണ്ടത് സെൽഫ് ആക്ച്വലൈസേഷൻ, ഭഗവാനിലേക്ക് ലയം പ്രാപിക്കുക, മോക്ഷം കിട്ടുക എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി മോക്ഷം കിട്ടിപ്പോകുന്ന സമയത്ത് ബാക്കി എല്ലാവരും കരയേണ്ട കാര്യം എന്താണ്? അപ്പൊ മരണം എന്നുള്ളത് ഒരു സ്വാഭാവികമായ സംഭവമാണ്. അതിനെപ്പറ്റി യാതൊരു വേദനയും വേണ്ട എന്ന് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞത് കണ്ടിന്യൂ ചെയ്യാണ്. 14ാമത്തെ ശ്ലോകമാണ് ഇപ്പൊ നമ്മൾ ചൊല്ലാന്ന് പറഞ്ഞത്. അതെ, മാത്രാസ്പർശാസ്തു കൗന്ദേയ. സംഖ്യയോഗത്തിലെ 14ാമത്തെ ശ്ലോകം, 2ാം അധ്യായം. മാത്രാസ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖദാ ആഗമാപായിനോ നിത്യാ സ്ഥാം സ്ഥിതിക്ഷസ്വ ഭാരതഃ. ഇത് നമ്മൾ പറഞ്ഞതാണെന്ന് തോന്നുന്നു അല്ലെ? താം സ്ഥിതിക്ഷസ്വ ഭാരതഃ. നമ്മുടെ ഒരു അവസ്ഥയുണ്ട്. മനസ്സിൽ അങ്ങടും ഇങ്ങടും സോറോ വരുമ്പോ അല്ലെങ്കിൽ ദുഃഖം വരുന്ന സമയത്ത് താഴത്തോട്ടും മുകളിലോട്ടും പോകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അതിൽ നിന്നും ആ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്ന അവസ്ഥയാണ് താം സ്ഥിതിക്ഷസ്വ ഭാരത എന്നർത്ഥം. സ്ഥിതപ്രജ്ഞൻ എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. ഇക്വാനിമിറ്റി ഓഫ് മൈൻഡ് എന്നൊക്കെ പറയും. അധികം പ്രകമ്പനങ്ങളില്ലാതെ ശാന്തമായിരിക്കുന്ന ഒരു വെള്ളം പോലെ ആവണം നമ്മുടെ മനസ്സ്. മനസ്സെപ്പോഴും പ്രകമ്പനങ്ങൾക്ക് അല്ലെങ്കിൽ അടിമപ്പെടരുത് എന്നാണ്. അതുകൊണ്ടാണ് മനസ്സിന് ഇക്വലന്റ് ആയിട്ട് മനകാരകനായിട്ട് നമ്മൾ ചന്ദ്രനെ കാണുമ്പോൾ ആദ്യമായിട്ട് എക്സാമ്പിൾ പറയാം. ഞാൻ ഈ കൈലാസത്തിൽ പോയിട്ട് നമ്മൾ ഈ കാണുന്ന ചന്ദ്രന്റെ വലിപ്പമല്ല കൈലാസത്തിൽ പോകുന്ന സമയത്ത് ചന്ദ്രൻ കാണുമ്പോൾ 3 മടങ്ങ് വലിപ്പത്തിലാണ് കാണുക. കാരണം അത്രയും ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ മനസ്സിൽ ചന്ദ്രൻ എന്ന് പറയുമ്പോൾ ഒരു റൗണ്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടിട്ട് പതിപ്പിച്ചിട്ടുണ്ടല്ലോ. ആ വലിപ്പമല്ല, അതിന്റെ 3 ഇരട്ടി വലിപ്പമാണ് കൈലാസത്തിന്റെ മുകളിലെത്തിയിട്ട് നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ കാണാം. നമ്മൾ കുറേ ഹൈറ്റിലാണുള്ളത്. ആ സമയത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയോട് ഞാൻ പറഞ്ഞു, ഹൗ ബ്യൂട്ടിഫുൾ ഈസ് ദ മൂൺ, ഇറ്റ് ലുക്ക് സോ ഗുഡ്. നല്ല പ്ലസന്റ് ആയിട്ടുള്ള കളറുമാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ദിസ് ഫെലോ ലുക്ക് സോ ഗുഡ്, വളരെ നല്ലതാണ്. മട്ടാബ് എന്ന് പറഞ്ഞ ഒരാളാണ്. അദ്ദേഹം ജപ്പാൻകാരനായിരുന്നു, പക്ഷെ ഹി വാസ് സ്റ്റേയിങ് ഇൻ യുഎസിലുള്ള ഒരാളായിരുന്നു എന്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇത് കാണാനൊക്കെ വളരെ ശാന്തനാണ്, പക്ഷെ ഇതേ വ്യക്തിയാണ് കടലില് സ്ഥിരമായിട്ട് അലയുണ്ടാക്കുന്നതെന്നാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ മനകാര ദർപ്പണം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ആ ദർപ്പണം തന്നെയാണ് നമ്മളിപ്പോ കാണുന്നത്. പക്ഷെ മനകാരകനാണെന്ന് നമ്മൾ പറയാ സാധാരണ. അതാണ് മനസ്സെപ്പോഴും ഇങ്ങനെ കടലിൽ തിരളടിക്കുന്ന പോലെ അടിച്ചുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു അദ്ദേഹം. എത്ര സത്യമാണെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ നമ്മൾ ശാന്തമാണെന്ന് തോന്നുന്ന ആളൊക്കെ അയാള് ശാന്തമായിരിക്കും, പക്ഷെ ആ ശാന്തത കൊണ്ട് ബാക്കി പലരിലും പ്രകമ്പനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുമെന്നാണ്. ഈ ഒരവസ്ഥയാണ് ഇവിടെ ഭഗവാൻ കൃഷ്ണൻ പറയുന്നത്. കുറേ മനുഷ്യന്മാർക്ക് കുറേ പ്രശ്നങ്ങൾ, ഇന്ദ്രിയങ്ങൾക്ക് വിഷയമായിട്ടുണ്ടാകുന്ന കുറേ ബന്ധങ്ങൾ, ഞാൻ കാണുമ്പോഴുള്ള സുഖം, കേൾക്കുമ്പോഴുള്ള സുഖം, മണപ്പിക്കുമ്പോഴുള്ള സുഖം, ഇതൊക്കെയാണ് എൻ്റെ സുഖവും സന്തോഷവും. അതുപോലെ തന്നെ ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം, ഇതേ സംഭവം തന്നെയാണ് ഭഗവാൻ ദുഃഖേഷു അനുദിഗ്നമന സുഖേഷു വിഗത സ്പൃഹ വീത രാഗ ഭയ ക്രോധ എന്ന് പറഞ്ഞ് പിന്നെയും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് പറഞ്ഞ ഭഗവത്ഗീതയിൽ പലപ്പോഴും റിപ്പീറ്റ് ചെയ്തിട്ടുള്ള കൺസെപ്റ്റുകൾ പിന്നെയും വ്യത്യസ്ത തരത്തിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെയും അത് തന്നെയാണ് പറഞ്ഞത്. ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം, ഇവയൊക്കെ നമുക്ക് ചുറ്റുമുണ്ടാവും. നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഇതിനെയൊക്കെ അബ്സോർബ് ചെയ്യുന്ന
ആന്റിനകളായിട്ട് വർക്ക് ചെയ്തിട്ട് അതൊക്കെ പിടിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ വന്നും പോയിക്കൊണ്ടേയിരിക്കും. ഇതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, എന്നെ എഫക്റ്റ് ചെയ്യാതെ ഞാൻ സഹിച്ചുകൊണ്ട് ഇതൊക്കെ അനുഭവിക്കാൻ തയ്യാറായിട്ട്, സുഖം വരുമ്പോ തുള്ളിച്ചാടുക, ദുഃഖം വരുമ്പോ ദുഃഖിതനായിട്ട് ഇരുന്നിട്ട് ഒന്നും ശ്രദ്ധിക്കാതിരിക്കുക, അതൊന്നും പാടില്ല. ഇതിനെയൊക്കെ ഒരു ഇക്വാനിമിറ്റി ഓഫ് മൈൻഡ്, സ്ഥിതപ്രജ്ഞനായിട്ട് എനിക്ക് കാണാൻ സാധിക്കണം എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. റൈറ്റ്? ഒരിക്കലും നമ്മൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളിലൊന്നും ഈ തിരമാലകളുടെ അവസ്ഥയിൽ പാടില്ല. ശാന്തമായിട്ട് ഒരു കപ്പിലിരിക്കുന്ന വെള്ളം പോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു പ്രകമ്പനങ്ങളും ഇല്ലാതെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ല അവസ്ഥ എന്ന് പറയുന്നത്. ആ നോളജാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഇവിടെ ഉപയോഗിക്കുന്ന പേര് ഭാരത എന്നാണ്, എഗെയിൻ. കാരണം ഇവിടെ ഭ എന്ന് പറഞ്ഞാൽ ലൈറ്റ് എന്നാണ് അർത്ഥം. ഭ എന്ന് പറഞ്ഞാൽ ഭാനു എന്നുള്ള അർത്ഥമുണ്ട്. അത് കൈക്കൊണ്ടിരിക്കുന്ന വ്യക്തി എന്നുള്ള അർത്ഥമാണ് ഭരതൻ. അപ്പൊ ഭരതൻ എന്ന് പറയുന്നത് ഭരതന്റെ ഡിസെൻഡന്റ് എന്നുള്ള അർത്ഥമുണ്ട്. നിനക്ക് ആ ലൈറ്റ് വേണം, ആ നോളജാണ് ലൈറ്റ് എന്ന് പറയുന്നത്. ആ അറിവുള്ളവൻ ഈ തണുപ്പ് വരുന്ന സമയത്ത് കരയില്ല, കുറച്ച് കഴിയുമ്പോൾ ചൂട് വരും നമുക്കറിയാം. ദുഃഖം വരുമ്പോൾ നമുക്കറിയാം, ഉടനെ തന്നെ കുറച്ച് കഴിയുമ്പോൾ സുഖം വരുന്നു. ജീവിതം ഇതിന്റെ ഭാഗമാണെന്ന് അറിയാനുള്ള കഴിവ് നിനക്ക് ഉണ്ടാവണം എന്നാണ്. പക്ഷെ ആദ്യം തുടങ്ങുമ്പോൾ വിളിക്കുന്ന പേര് കൗന്ദേയാണ്, അവസാനിക്കുമ്പോൾ ഭരതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓരോ വാക്കിലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ആദ്യം നമ്മുടെ സെൻസിനെ കുറിച്ചൊക്കെയാ പറയുന്നത്. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ഇതൊക്കെ എല്ലാ മനുഷ്യനും അനുഭവിക്കുന്ന സമയത്ത് ഒരാളോട് ദയ തോന്നുകയോ ഒക്കെ നമുക്ക് ഉണ്ടാവാം. ആ അവസ്ഥയിൽ കുന്തിപുത്രനായിട്ട് നീ അനുഭവിക്കണം. പക്ഷേ അറിവ് വരുന്ന സമയത്ത്, ധീരനായിട്ട് മാറുന്ന സമയത്ത് എഴുന്നേറ്റ് നിന്നിട്ട് ഇതൊന്നും എനിക്കൊരു പ്രശ്നമല്ല എന്ന് പറയാൻ നിർവികാരനായിട്ടിരിക്കുന്ന, സഹിക്കാനുള്ള കഴിവ് നിനക്ക് വേണം എന്ന് പറയുന്ന സമയത്തും നേരെ കൃഷ്ണൻ വിളിക്കുന്ന പേര് മാറ്റി അറിവുള്ളവനാണ് നീ എന്നാണ് പറയുന്നത്. അപ്പൊ ആദ്യം വികാരങ്ങൾക്ക് അടിമയായാലും പിന്നെ വിവരത്തിന്റെ അളവ് വെച്ചിട്ട് വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരാളാവണം എന്നാണ്. അപ്പൊ ദുഃഖം വേണ്ട, സുഖം വേണ്ട എന്നല്ല ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. സുഖവും ദുഃഖവും എല്ലാം ഉണ്ടാവും. പക്ഷെ അത് വരുന്ന സമയത്ത് അധികം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാതെ വന്ന് പോയിക്കോട്ടെ, ഇത് തീരും, കുറച്ചു ദിവസം മാത്രമേ ഉണ്ടാവും. മിക്കവാറും നമ്മുടെ ന്യൂസുകളിലൊക്കെ അതാണ്. ചിലർ കൊണ്ടാടും, അത് കുറച്ചു ദിവസം ഉണ്ടാവുള്ളൂ, കുറച്ച് കഴിയുമ്പോൾ അത് പോകും. അടുത്ത ന്യൂസ് കിട്ടുമ്പോൾ പിന്നെ അതിന്റെ പിന്നാലെ പോകും ആൾക്കാർ. അപ്പൊ അതൊന്നും മൈൻഡ് ചെയ്യരുത്. ബുദ്ധിയുള്ളവര് അതിന്റെ പിന്നാലെ ഒന്നും പോവില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. റൈറ്റ്? അടുത്തത് 15 അല്ലേ സർ ശ്ലോകം? യം ഹി ന വ്യഥയന്ത്യേ പുരുഷം പുരുഷർഷഭഃ സമദുഃഖ സുഖം ധീരം സോമൃതത്വായ കൽപ്പതേ. ഇതിലും ഓരോ വാക്കും വിളിക്കുന്ന പേര് വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഭഗവത്ഗീത എനിക്ക് പഠിക്കാൻ ഇഷ്ടം. നമ്മൾ ഓരോരാളും വർത്തമാനം പറയുമ്പം മുമ്പിൽ എങ്ങനെയാണോ നമ്മൾ അവരെ കാണുന്നത്, ഇതിൽ വിളിക്കുന്ന എന്താണ്? പുരുഷർഷഭ എന്നാണ്, ശ്രേഷ്ഠ എന്നാണ്. അപ്പൊ പറയാൻ പോകുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള സംഭവമാണ്. ഇന്ദ്രിയങ്ങൾക്കൊന്നും വശംവദപ്പെട്ടു പോകരുത് എന്ന് പറയുന്ന അതേ അവസ്ഥയിൽ ഏതൊക്കെയാണ് ഇന്ദ്രിയമായിട്ട് വിഷയങ്ങൾ നമുക്ക് ചുറ്റും ഏതൊക്കെയാണോ ഉള്ളത്, പുരുഷർഷഭ സമ ദുഃഖ സുഖം ധീരം, ദുഃഖവും സുഖവും സമമായിട്ട് കാണുന്ന ധീരനായിട്ട് താൻ മാറണം. ആ അവസ്ഥയിലുള്ള ധീരന്മാരെയാണ് നമുക്ക് ആവശ്യമെന്നാണ്. അവരെന്തു ചെയ്യില്ല? യം പുരുഷം ന വ്യഥയന്തി, ദുഃഖം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് മിണ്ടാണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ഏതൊരു പുരുഷനും, അങ്ങനെ ആ പുരുഷൻ എന്നുള്ള വാക്കിന് വളരെ പ്രത്യേകതയുണ്ട്. നീ മച്യൂർ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്, ആ അവസ്ഥയിൽ ഇത്തരം സംഭവങ്ങളൊന്നും നിന്നെ ദുഃഖിപ്പിക്കില്ല എന്നാണ് പറയുന്നത്. സ്വ അമൃതത്വായ കൽപ്പതേഹി, അങ്ങനെയുള്ള മനുഷ്യന്മാരായാൽ ധീരനും പുരുഷശ്രേഷ്ഠനും നല്ല ധൈര്യത്തോടു കൂടി പെരുമാറുകയും, ധീരം എന്നുള്ള വാക്ക് അത് ഉള്ള ഒരു വ്യക്തിക്ക്, കഴിഞ്ഞ ശ്ലോകത്തിലും ധീരമാണ്, ആ ധീരനായിട്ടുള്ള പുരുഷശ്രേഷ്ഠനായിട്ടുള്ള വ്യഥകളൊന്നും ഇല്ലാതെ പുരുഷനായി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് എവിടെ എത്താൻ പറ്റും? അമൃതത്തിലേക്ക് എത്താൻ സാധിക്കും. നമുക്ക് വേണ്ടത് അതാണ്, അമൃതത്വത്തിലേക്ക് എത്താൻ യോഗ്യനായി തീരുമെന്നാണ്.
എന്ത് രസകരമായ ഒരു അവസ്ഥയാണ്. വളരെ ഷോർട്ട് കട്ടാ പറഞ്ഞിരിക്കുന്നത്. ഒരാവശ്യമില്ല, ഭക്തി വേണമെന്നോ എന്നെ പ്രാർത്ഥിക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ആ അവസ്ഥയാണ് ഞാൻ ഇന്നലെ നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞതുപോലെ KP നാരായണ പിഷാരിയുടെ ആയത മാതായം മായാതം ആയാത മായാതം എന്ന് പറയുന്ന ആ അവസ്ഥയിലേക്ക് ഞാൻ ഇതിലൊന്നും ടച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ എന്റെ മുകളിൽ എണ്ണ ഒഴിച്ചാലും എന്റെ ശരീരത്തിൽ ഒന്നും പറ്റില്ല എന്നർത്ഥം. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു, അതൊന്നും എന്നെ എഫക്ട് ചെയ്യില്ല. ആ ഒരവസ്ഥയിൽ നമുക്ക് ശാന്തനായിട്ടും വേദനകൾ വരുന്ന സമയത്ത് അത് വല്ലാണ്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുകയോ ആനന്ദം വരുന്ന സമയത്ത് തുള്ളിച്ചാടി ഡിങ് ഡോങ് ഡിങ് അടിക്കുകയോ ഒന്നും ചെയ്യാറില്ല. അതൊക്കെ ചെറിയ കുട്ടികൾക്കല്ലേ, LKG കുട്ടികൾക്കല്ലേ അങ്ങനെയുള്ള പാട്ടൊക്കെ നമ്മൾ പഠിപ്പിക്കാം. 10ാം ക്ലാസ് പഠിക്കുന്ന ഒരാൾ അങ്ങനെ ചെയ്താൽ നമ്മൾ എന്താ പറയാ, എന്ത് പിള്ളേരുടെ കളി കളിക്കുന്ന പറയില്ലേ? അതേ അവസ്ഥയാണ്. നീ കുറച്ചും കൂടി മച്ചുവേർഡ് ആകുന്ന സമയത്ത്, ദുഃഖവും സുഖവും ഒക്കെ വരുന്ന സമയത്ത് അതിനെയൊക്കെ, അതാണ് ഇമോഷണൽ ഇന്റലിജൻസ്, EQ EI എന്നൊക്കെ പറയുന്നത്. നമ്മൾ എൻ്റെ ഒരു പുസ്തകം തന്നെയുണ്ട്, ഇമോഷണൽ ഇന്റലിജൻസ് ഫോർ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻസ്. കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ വരുന്ന സമയത്ത് അവൻ അറിയേണ്ടത് എങ്ങനെയാണ് ആശയങ്ങളെ നമ്മൾ കൃത്യമായിട്ട് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കാൻ മച്ചുവേർഡ് ആയിട്ട് സംസാരിക്കുക എന്നുള്ള അറിവ് തനിക്കുണ്ടായാൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവരാണ് എന്തിന് യോഗ്യരായി മാറുക? അമൃതത്വായ കൽപ്പതേ. സോ അമൃതത്വായ കൽപ്പതേ, ആ യോഗ്യനായിട്ട് മാറും. അപ്പൊ സ്ഥിരമായിട്ട് ലോകത്തിൽ തന്നെ എല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കും. ആ മെച്യൂരിറ്റി തനിക്ക് ഉണ്ടാവട്ടെ. അതുകൊണ്ട് ഈ ജനങ്ങളെയൊക്കെ കാണുമ്പോ അയ്യോ ഇതെന്റെ അമ്മാവനാണ്, ഇതെന്റെ ഗുരുവാണ്, ഇതെന്റെ മുത്തശ്ശനാണ് എന്നൊക്കെ പറഞ്ഞ് ചെറിയ പിള്ളേരെ പോലെ കരയാണ്ടിരിക്കെ തന്റെ പണി താൻ ചെയ്യണം എന്ന് കൃത്യമായിട്ട് പറയാണ്. ഇത് ഓരോന്നും ആഹ്വാനങ്ങളാണ്. ആത്മാവിലാണ് വർത്തിക്കേണ്ടത്, മനസ്സിലല്ല. അതുകൊണ്ട് തന്റെ ലോജിക് ഒക്കെ പറയുന്നത് ഈ മനസ്സിന്റെ പ്രക്ഷുബ്ധത കൊണ്ട് അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധി വളച്ചൊടിക്കുന്ന വക്രബുദ്ധിയൊന്നും വേണ്ട. നേരിട്ട് പരമസിദ്ധിയായിട്ടുള്ള ആത്മാനുഭൂതിയിലെത്താൻ വേണ്ടിയിട്ട്, അമൃതത്വത്തിലെത്താൻ വേണ്ടിയിട്ടുള്ള വഴിയാണ് ഞാൻ തനിക്ക് പറഞ്ഞു തരുന്നത്. സറണ്ടർ ചെയ്ത ഒരു ശിഷ്യനോട് ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന മാർഗങ്ങളുടെ ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പാണ് ഭഗവാൻ ഇവിടെ നിശ്ചയിക്കുന്നത്. ഈ ഒരു കാരണത്തിനാണ് ഞാൻ പറയുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇനിയുള്ള പാഠങ്ങളൊക്കെ ശരിക്കും കേൾക്കാൻ. ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് ഡിഫൈൻ ചെയ്ത് കൊടുത്താൽ പിന്നെ സുഖമായിട്ട് മുന്നോട്ട് ക്ലാസ് പോവാം. അപ്പൊ ഇതൊരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്, അതിന്റെ ലോജിക്കാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിന് സംഖ്യായോഗം എന്ന് പേര്. ലോജിക്കായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ് ഞാൻ പറയാൻ പോകുന്ന എല്ലാ ക്ലാസ്സുകൾക്കും മുന്നിൽ എന്തിനാണ് ഇത് പഠിപ്പിക്കുന്നത് എന്നുള്ള ലോജിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ഞാൻ പറയുന്നതിൽ ശ്രദ്ധയുണ്ടാവും. അതുകൊണ്ടാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. വളരെ കണക്ക് കൂട്ടി എണ്ണി തിട്ടപ്പെടുത്തിയത് എന്നൊരു അർത്ഥം കൂടിയുണ്ട് അല്ലെ സർ? സാഖ്യം എന്ന് പറയുമ്പോൾ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട്, ലോജിക് എന്നുള്ള അർത്ഥമാണ്. ലോജിക്കൽ. അതിനെ ജസ്റ്റിഫൈ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത് സാധാരണ ലോജിക്കാണ്, ന്യായം പറയാന്നൊക്കെ പറയില്ലേ, അതാണ്. പിന്നെ അത് ഹൈലി നോളജബിൾ ആയിട്ടുള്ള ഒരു ഭാഗമാണ് എപ്പോഴും സാഖ്യം. അത് ബുദ്ധിപരമായിട്ട് ചിന്തിക്കേണ്ട സംഭവമാണ്. ബാക്കിയുള്ളതൊക്കെ കർമ്മവും ഭക്തിയും ഒക്കെ ആണെങ്കിൽ ഇവിടെ നോളജിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നടക്കുന്നത്. അടുത്തത് 16ാമത്തെ അല്ലേ സർ? ആ, 16. നാസദോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദഃ ഉഭയോരപി ദൃഷ്ടോന്ത സ്ത്വനയോസ്തത്വദർശിഭിഃ. ഇത് വളരെ, എനിക്ക് തോന്നുന്നു ഭഗവത്ഗീതയില് ഏറ്റവും കൂടുതൽ ആധ്യാത്മികമായിട്ടുള്ള പ്രഭാഷകന്മാര് വിശദീകരിച്ച് പല തരത്തിലും പറഞ്ഞു തന്നിട്ടുള്ള ഒരു വലിയൊരു ശ്ലോകമാണ് 16ാമത്തെ അധ്യായം. നസദോ വിദ്യതേ ഭാവോ ന ഭാവോ വിദ്യതേ സദഃ ഉഭയോരപി ദൃഷ്ടോ അന്ത സ്ത്വന യോ തത്വദർശിഭിഃ. തത്വദർശിയായിട്ടുള്ള മനുഷ്യന്മാര് തത്വമാണ് കാണുന്നത്, അതിന്റെ രൂപമല്ല കാണുന്നത് എന്നർത്ഥം. ജ്ഞാനികൾ എപ്പോഴും തത്വദർശികളാണ്. ആ ജ്ഞാനികള് ഒരു വിളക്ക് കാണുന്ന സമയത്ത് ആ വിളക്കിനെ അല്ല കാണുന്നത്, അത് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റലാണ് കാണുന്നത്. ഒരു പാത്രം കാണുന്ന സമയത്ത് പാത്രമല്ല കാണുക, അത് ഉണ്ടാക്കിയിരിക്കുന്ന മണ്ണാണെങ്കിൽ മണ്ണാണ് കാണുക. കാരണം ഈ പാത്രം ഉടഞ്ഞു പോയാലും പിന്നെ ആ മണ്ണ് ഉപയോഗിച്ചിട്ട് എനിക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ സാധിച്ചാൽ ആ മണ്ണ് നഷ്ടപ്പെടുന്നില്ല, അതിന്റെ മെറ്റീരിയൽ നഷ്ടപ്പെടുന്നില്ല.
അതുകൊണ്ട് പ്രാക്ടിക്കലായിട്ട് കാണേണ്ടത് എപ്പോഴും നമ്മൾ മുന്നിൽ കാണുന്നതല്ല, അതിന്റെ കണ്ടന്റ് ആണ് എന്നാണ്. നമ്മൾ കാണുന്നത് ആണ് ധരിച്ചു വെക്കുകയാണെങ്കിൽ അത് മിഥ്യയാണ്. സത്യം എന്ന് പറയുന്നത് അത് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലാണ്. വിളക്കില്ല ലോകത്ത്. കുറെ മെറ്റലുകൾ ചേർത്തിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് വിളക്ക്. മണ്ണ് മാത്രമേ ഉള്ളൂ. പാത്രം എന്ന് പറയുന്നത് മിഥ്യയാണ്. എന്താ കാരണം? പാത്രം ഉടഞ്ഞാൽ മണ്ണായി മാറും. പാത്രം ആവുന്നതിന് മുമ്പ് അത് മണ്ണായിരുന്നു. വിളക്ക് വരുന്നതിന് മുമ്പ് അത് മെറ്റലായിരുന്നു. അപ്പൊ വിളക്ക് എന്ന് പറയുന്നത് ഒരു മിഥ്യയാണ്, കുറച്ചു സമയം മാത്രം നിൽക്കുന്നതാണ്. ഈ അറിവാണ് നമുക്കുണ്ടാവേണ്ടത്. തത്വദർശികള് അതിന്റെ മെറ്റീരിയലാണ് കാണുക, അല്ലാതെ അത് ഈ സമയത്ത് കാണുന്നതാണ് എന്ന് പൂർണ്ണമായിട്ട് തെറ്റിദ്ധരിക്കുന്ന ഒരു വിവരത്തിലേക്കല്ല ഉണ്ടാവുക. റിയാലിറ്റിയാണ് കാണുക. ഇപ്പൊ കാണുന്ന താൽക്കാലികമായ രൂപമല്ല കാണുക. ഇത് തന്നെയാണ് നമ്മുടെ എല്ലാ വേദങ്ങളിലും 4 വേദങ്ങളിലും പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കൃത്യമായിട്ട് 4 വേദങ്ങളില് ഏത് വാക്കുകൾ എടുത്താലും തത്വമസി എന്ന് പറയുമ്പോൾ തത്വമാണ് പ്രാധാന്യം. നമ്മൾ എന്താ കാണേണ്ടത്? തത്വത്തെയാണ് കാണേണ്ടത് എന്നാണ്. അവിടെയും ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ ഈ പറഞ്ഞിരിക്കുന്ന 16-ാമത്തെ അധ്യായത്തിന് അതുകൊണ്ടാണ് പ്രാധാന്യം. ആത്മം ബ്രഹ്മ, ജീവമാണ് ഐശ്വര്യം എന്ന് പറയുന്ന വാക്കുകളൊക്കെ നമ്മൾ എടുത്താല് അഹം ബ്രഹ്മാസ്മി, ഈ പറയുന്ന ഒരു വ്യക്തി പിന്നെ ഈ ശരീരം പോകുന്ന സമയത്ത് കരയേണ്ട കാര്യം എന്താ? മനസ്സിലാവുന്നുണ്ടല്ലോ. അയം ആത്മബ്രഹ്മ എന്ന് പറഞ്ഞു. 4 മഹാവാക്യങ്ങളിലും എല്ലാം ഉള്ളത് തത്വം തന്നെയാണ്. ഒരു യഥാർത്ഥ സത്യാന്വേഷി എപ്പോഴും തത്വത്തിൽ തന്നെ അധിഷ്ഠിതമായിട്ട് പോയാലേ നമുക്ക് അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് അല്ലെ? പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇത് അറിയുന്ന ഒരു വ്യക്തി കൃത്യമായിട്ട് പാത്രം അല്ല പ്രാധാന്യം, മണ്ണിനാണ് പ്രാധാന്യം. എന്റെ മണ്ണിനെ ഏത് രൂപത്തിലും എനിക്ക് അതിനെ മാറ്റിയെടുക്കാൻ പറ്റും എന്ന ഒരു അറിവുണ്ടാവുമ്പോ ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കും, ഇതിന് യാതൊരു പ്രശ്നമില്ല. നസതോ വിദ്യതേ ഭാവോ ന ഭാവോ വിദ്യതേ സതഃ. ആ മനസ്സാണ്, ആ അറിവാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അത് എപ്പോ മനസ്സിലാവുന്നുണ്ടോ അവര് തത്വദർശികളായിട്ട് മാറും എന്നുള്ളതാണ്. അസത്യത്തിൽ സത്വമില്ല, അങ്ങനെയാന്ന് തോന്നുന്നു. അല്ല, അസത്യത്തിന് അസ്തിത്വമില്ല, അസ്തിത്വമില്ലാത്തതിന് പിന്നിൽ സത്യവുമില്ല. അസത്യത്തിൽ അസ്തിത്വമില്ല, അസ്തിത്വമില്ലാത്തതില് സത്യമില്ല. ഈ 2 സങ്കല്പങ്ങളെയും മനസ്സിലാക്കുന്ന ഒരാളാണ് സിദ്ധാന്തികളായിട്ട് മാറുക. അവർക്കാണ് അറിവിന്റെ എക്സ്ട്രീം. അവരാണ് സിയേഴ്സ് എന്ന് പറയാറില്ല. നമ്മള് തത്വങ്ങളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പിന്നാലെ പോകുന്നവരാണ് സീക്കർ, സിയർ എന്നൊക്കെ പറയാം. ആ അവസ്ഥയിലേക്ക് മാറണമെങ്കിൽ ഈ ചെറിയ ചെറിയ ടെമ്പററി രൂപങ്ങളിലല്ല എന്റെ പ്രാധാന്യം, സത്യമായിരിക്കുന്ന ഭഗവാനിലാണ് എന്റെ കാഴ്ച. അത് ഭഗവാൻ ഞാനാണ് ഈ അവസ്ഥ എന്നൊക്കെ പറയുന്നതിന് പകരമാണ് നമ്മളെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യവും നോൺ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യമൊക്കെ പറഞ്ഞത്. അതിന്റെ ഉള്ളിൽ വായിക്കുമ്പോൾ ഭഗവാൻ പറഞ്ഞതല്ല നമ്മൾ ഇവിടെ പറയേണ്ടത്. ഭഗവാൻ വ്യംഗ്യാർത്ഥത്തിൽ എന്ത് പറയാൻ ഉദ്ദേശിച്ചോ അത് നമ്മൾ ഉൾക്കൊള്ളാനാണ് സാധിക്കേണ്ടത്. കാരണം ഭഗവാനെ പോർത്തിയിട്ടില്ല, എപ്പോഴും പോർത്താൻ ശ്രമിച്ചിട്ടില്ല. അതിന് വേറൊരാളെ ഏർപ്പാടൊക്കെ ചെയ്തു. അതിനാണ് ഭീഷ്മരോട് പിന്നെ സഹസ്രനാമൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞത്. കാരണം ഭഗവാനോട് എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടതെന്ന് ധർമ്മപുത്ര പറയുമ്പോൾ എന്റെ 1000 നാമം പറഞ്ഞു കൊടുത്താല് സെൽഫായിട്ട് ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള മനുഷ്യനാന്ന് തോന്നും. അതുകൊണ്ട് എന്ത് പറഞ്ഞു? നേരെ പോയിട്ട് ഭീഷ്മരോട് പറയാൻ പറഞ്ഞു. ഭീഷ്മരെ പണ്ടേ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്, കൈമണിയെ കൊടുത്തിട്ട്, ഇങ്ങനെ ഒരു ആവശ്യം വന്നാൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞേക്കും, അപ്പൊ എന്റെ 1000 പേര് പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെ ഒരു ഡ്രാമയാണെന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കും ഇവിടെ ഭഗവാൻ ഉദ്ദേശിക്കുന്ന ഈ രൂപത്തിലാണ് നമ്മൾ അതിനെ കാണേണ്ടത് എന്ന്. നല്ല രസകരമായിട്ടുള്ള ഇതല്ല എന്ന് പറഞ്ഞ് അവസാനം അത് ഏതാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ള ഒരു കർമ്മത്തിലോട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത് അല്ലെ? ആദ്യം ഇതല്ല എന്ന് പറഞ്ഞാണ് പിന്നീട് എന്താണ് എന്നുള്ളതിലോട്ട് നമ്മളുടെ ക്യൂരിയോസിറ്റി, ജിജ്ഞാസ എത്തിക്കുന്നത്. അടുത്തത് 17-ാമത്തെ ശ്ലോകമാണല്ലേ സർ? അവിനാശി തദ്വിദ്ധി യേന സർവമിദം തദം വിനാശമവ്യയസ്യാസ്യ ന കശ്ചിത് കർത്തുമർഹതി.
ഏന ഇതം സർവം തതം, ഏതൊന്നിൽ നിന്നാണോ ഈ സംഭവമൊക്കെ വ്യാപിച്ച് എവിടെയൊക്കെ എന്തൊക്കെ എത്തിച്ചിട്ടുണ്ടോ ആ അവസ്ഥയൊക്കെ നമ്മൾ എങ്ങനെ കാണണം? തത്തു വിനാശി ഇതി വിദ്ധിഹി, ആ നാശമില്ലാത്ത, വിനാശം ഇല്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത ഏതൊക്കെ സംഭവങ്ങളിൽ എന്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമോ അതൊക്കെ കാണുന്നൊരു വ്യക്തി ഏതൊരുവനായിരിക്കും? ഇതിൽ വിനാശം മാത്രം കാണുന്ന ഒരു വ്യക്തിയും നാശം കാണുന്ന ഒരു വ്യക്തിയും നാശം കാണാത്തൊരു വ്യക്തിയും, ഈ കാരണക്കാരനായിട്ടുള്ള വ്യക്തികള്, നാശം ചെയ്യാൻ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികള്, അവശ്യസ്യ അസ്യ വിനാശം കർത്തും, ആരാണോ ഈ നാശം വരുത്താൻ വേണ്ടിയിട്ട്, നാശത്തെ ചെയ്യാൻ വേണ്ടിയിട്ട് ആരൊക്കെയാണോ ആ കർമ്മങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളത്, കശ്ചിത് ന അർഹസി, അവൻ ഒരിക്കലും ശക്തനാവില്ല. എന്റെ ധാരണ, ഞാൻ ഈ മണ്ണൊക്കെ അടിച്ചു പൊട്ടിച്ചു കഴിഞ്ഞാൽ എന്റെ ശക്തി കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുമല്ലോ. പക്ഷെ അവൻ മനസ്സിലാക്കുന്നില്ല, അവൻ ഇതിന്റെ രൂപം മാത്രമേ മാറ്റുന്നുള്ളൂ. ഞാനിപ്പോ ഒരു മൺകലം അടിച്ചു പൊട്ടിച്ചിട്ട് ഞാൻ ഇത് പൊട്ടിച്ചു എന്നുള്ള ഒരു അട്ടഹാസം നടത്താന്ന് വിചാരിക്കാം. ആരുടെ മുമ്പിലാ ചെയ്യുന്നത്? മണ്ണും പാത്രവും വ്യത്യസ്തമല്ല എന്ന് തിരിച്ചറിയുന്ന ഒരു വ്യക്തിയുടെ മുമ്പിൽ ചെയ്യുമ്പോ നമുക്കറിയാം, ഇവൻ മണ്ണിന്റെ പാത്രമല്ലേ പൊട്ടിച്ചിട്ടുള്ളൂ, മണ്ണില്ലാണ്ടാക്കാൻ അവന് പറ്റില്ലല്ലോ. അത് മനസ്സിലാക്കുന്ന സമയത്ത് ആരാണോ അങ്ങനെ മനസ്സിലാക്കുന്നത് അവൻ ധീരനും അവൻ പ്രഗത്ഭനുമാണ്. ആരാണോ ഇത് പൊട്ടിക്കാൻ ശ്രമിച്ചിട്ട് ഞാൻ ജയിച്ചു, രക്ഷപ്പെട്ടു, ഞാൻ വലിയ ആളാണെന്ന് ഗമ പറയുന്നത്, അവന്റെ അവസ്ഥയാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. കശ്ചിത് ന അർഹസി, അവൻ ഒരിക്കലും മഹാനാവുന്നില്ല, അവൻ വിവരമില്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്തു പോകുന്നതാണ് എന്നാണ് കൃത്യമായിട്ട് 17ാമത്തെ അധ്യായത്തിൽ 16ാമത്തെ അധ്യായത്തിന്റെ ഒരു നെഗേഷൻ എന്ന് പറയുന്നത്, നമ്മൾ സപ്ലിമെന്ററി നെഗേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അതിന് വില കൽപ്പിക്കണില്ല, ഏറ്റവും അത്യാവശ്യം എറ്റേണൽ ആവുക എന്നുള്ളതാണ്. അപ്പൊ അതിനിടയിൽ ഒരു ശ്ലോകം പറഞ്ഞു. അടുത്ത ശ്ലോകം പിന്നെയും 16ാമത്തെ ശ്ലോകത്തിന്റെ അതേ അർത്ഥം വരാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി എംഫസൈസ് ചെയ്യാണ്. അപ്പൊ ആദ്യം പോസിറ്റീവ് പറഞ്ഞു, ഒരു നെഗറ്റീവ് കാണിച്ചു കൊടുത്തു, എന്നിട്ടൊരു പോസിറ്റീവ് പറയുമ്പോൾ ആ പോസിറ്റീവിനെ ഒന്നും കൂടി എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 18ാമത്തെ ശ്ലോകം പറയുന്നത്. അതുകൊണ്ട് 18ാമത്തെ ശ്ലോകം കൃത്യമായിട്ട് ഇതൊക്കെ ആയി അവസാനം എന്തിനാ ഇതൊക്കെ പറയുന്നു? ഒബ്ജക്റ്റീവ് എന്താണ്? ഇയാളോട് ഫൈറ്റ് ചെയ്യാൻ പറയണം എന്നുള്ളതാണ്. അപ്പൊ 18ാമത്തെ അധ്യായത്തിൽ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് നീ എന്ത് ചെയ്യണം? ഈ മണ്ണുടച്ച് പൊട്ടിക്കുന്നതിനെ പറ്റി നീ വേവലാതിപ്പെടണ്ട, അത് കരയേണ്ട കാര്യമില്ല. ഈ മുത്തശ്ശനെയോ അല്ലെങ്കിൽ ഗുരുക്കന്മാരെയൊക്കെ അങ്ങോട്ട് നിഷ്കാസനം ചെയ്ത് കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, അവരൊന്നും പോകുന്നില്ല. ആ പാത്രം മാത്രമേ പോയിട്ടുള്ളൂ, മണ്ണ് പിന്നെയുണ്ട്, അതിനുള്ളിലുള്ള സത്ത് ഇപ്പോഴും ബാക്കി ഉണ്ടാവും, അത് വേറെ ഏതെങ്കിലും രൂപത്തിൽ നമ്മുടെ പിന്നിൽ വരും. പിന്നെ അത് പറഞ്ഞിട്ട് കൃത്യമായിട്ട് ഉദ്ഘോഷിക്കുകയാണ്. ആദ്യമായിട്ട് ഭഗവാൻ ഭഗവത്ഗീതയിലെ ഫൈറ്റ് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചിട്ട് ഉദ്ഘോഷിക്കുന്നത് 18ാമത്തെ ശ്ലോകത്തിലാണ്, 2ാമത്തെ അധ്യായത്തിൽ. അതേ സംഭവം തന്നെ 2ാമത്തെ അധ്യായത്തില് 47ാമത്തെ ശ്ലോകം, 3ാമത്തെ അധ്യായത്തില് 33ാമത്തെ ശ്ലോകം, 4ാമത്തെ അധ്യായത്തില് 42ാമത്തെ ശ്ലോകം, 8ാമത്തെ അധ്യായത്തില് 7ാമത്തെ ശ്ലോകം. ഇത് മാർക്ക് ചെയ്ത് വെച്ചോണ്ട് എനിക്ക് എളുപ്പമാണ്. ഓക്കെ. അന്തവന്ത ഇമേ ദേഹ, ചൊല്ലിക്കൊള്ളു. അന്തവന്ത ഇമേ ദേഹ നിത്യസ്യോക്താ ശരീരിണഃ അനാശിനോ അപ്രമേയസ്യ തസ്മാദ്യുധ്യസ്വ ഭാരതഃ. എന്നിട്ടുള്ളതാണ് പറയുന്നത്. ആ സമയത്ത് പറയുന്ന അഡ്രസ് ചെയ്യുന്നത് ഭാരത എന്നാണ്. അറിവുള്ള എൻ്റെ മകനെ, ഈ ഭാരതത്തിന്റെ ഊർജമേ, ഈ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള നീ എന്തു ചെയ്യണം? therefore get up and fight എന്നാണ് ആദ്യമായിട്ട് ഭഗവാൻ ഫൈറ്റ് ചെയ്യാൻ പറയുന്ന ഒരു നിത്യസ്യ അനാശിനഃ, എല്ലാ സമയത്തും നിത്യവും, അനാശിനഃ നശിപ്പിക്കാൻ സാധിക്കാതെ ഇരിക്കുന്ന കുറെ സംഭവം നിത്യമായിട്ട് ഇവിടെയുണ്ട്. പിന്നെയോ അപ്രമേയസ്യ, അതിൽ പ്രമേയമായിട്ടുള്ളത് എന്ന് പറയുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട സംഭവം അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ മനസ്സിൽ ചിന്തകൾ വരുന്ന സംഭവങ്ങളാണ്. അപ്രമേയസ്യ എന്ന് പറഞ്ഞാലോ, ഇതൊന്നും ഒരു വലിയൊരു സംഭവം അല്ലാതെ, അറിയപ്പെടാതെ, ഒരു മൂലക്ക് ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സംഭവം, അത് നമ്മുടെ ശരീരമാണ്. അപ്പൊ അതുകൊണ്ട്
നശിപ്പിക്കാൻ സാധിക്കാത്ത എന്റെ ആത്മാവും ഒക്കെ ഉണ്ട്. നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാത്തിന്റെ ഒരു കൺക്ലൂഡിങ് ശ്ലോകമാണ്. അപ്പൊ മുമ്പ് പറഞ്ഞിട്ടുള്ള എല്ലാ അർത്ഥങ്ങളും ഇതിനകത്ത് ഈ ശ്ലോകത്തില് കണ്ടൻസ്ഡ് ആയിട്ട്, അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാല് 2:11 കഴിഞ്ഞാൽ നേരെ നമ്മൾ ചാട് 2:16 2:18 ആണ് സാധാരണ. ഇത് രണ്ടും പറഞ്ഞാൽ തന്നെ ഈ നെഗറ്റീവ് പറയേണ്ട കാര്യമില്ല, കാരണം നമുക്ക് അറിയാം ഇങ്ങനെ ഭഗവാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ ചാടിക്കണം. അനാശിനോ അപ്രമേയസ്യ, എന്ത് രസകരമായിട്ടുള്ളൊരു വാക്കാന്ന് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് അന്തവന്ത ഇമേ ദേഹാഹ, ഈ ദേഹത്തില് അന്തമുള്ളത്, അവസാനമുള്ളതും തുടക്കമുള്ളതും, അവസാനമുള്ളവരിൽ നമ്മൾ പറയുന്ന ഈ ഒരവസ്ഥ രണ്ടുമുണ്ടെന്ന് പറയുന്ന ഈ ഒരു അവസ്ഥയില് ഇതൊക്കെ എല്ലാവരിലും ഉണ്ട്. തുടക്കം ഉണ്ടെങ്കിൽ ഒടുക്കമുണ്ട്. ഒരാൾ ജീവിച്ച് ജന്മം നൽകിയിട്ടുണ്ടെങ്കിൽ അവന്റെ അവസാനം എന്തായാലും ഉണ്ട്. അതുകൊണ്ട് നീ പറയണ്ടല്ലോ മുത്തശ്ശനാണ്, ഗുരുവാണ്, ഇവരൊക്കെ കൊന്ന പ്രശ്നം ഉണ്ടാവും, ഈ എല്ലാ ആൾക്കാരെയൊക്കെ മരിച്ചു പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യാന്നൊക്കെ പറയുന്ന കഷ്ടപ്പാടുകളൊക്കെ പറഞ്ഞ് ആ ശ്ലോകങ്ങളൊക്കെയുള്ള യഥാർത്ഥമായ ഉത്തരം ഇവിടെയാണ് പറയുന്നത്. അതൊന്നും പ്രശ്നമാക്കണ്ട, അതിനുള്ള ജസ്റ്റിഫിക്കേഷൻ ഒക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ഇപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം തസ്മാത് എന്ത് ചെയ്യണം? അതുകൊണ്ട് ഭാരത, ഹേ അർജുന, എന്റെ മോനെ എന്ത് ചെയ്യണം? യുദ്ധസ്വ, യുദ്ധം ചെയ്തു കൊള്ളുക. തസ്മാത് ഉദ്യസ്യ ഭാരത, നമ്മുടെ പച്ച മലയാളത്തിൽ പറയുമ്പോ അതുകൊണ്ട് ഹേ അർജുന നീ യുദ്ധം ചെയ്തു കൊള്ളുക. അതുകൊണ്ട് തസ്മാത് ഉദ്യസ്യ, യുദ്ധം ചെയ്യണം. ആരാ ചെയ്യേണ്ടത്? സാധാരണ അർജുനായിട്ടല്ല ചെയ്യേണ്ടത്, ഭാരതത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഭാരതത്തെ രക്ഷിക്കാൻ വേണ്ടി താൻ ചെയ്തേ പറ്റൂ എന്നതാണ്. നിത്യവും നാശം ഉണ്ടാവും, അറിയപ്പെടാൻ കഴിയാത്ത കുറെ ആത്മാക്കൾ ഉണ്ടാവും, എണ്ണപ്പെട്ടിട്ടുള്ളവരുണ്ടാവും, എണ്ണപ്പെടാത്തവരുണ്ടാവും. പക്ഷെ അതൊന്നും പ്രശ്നമല്ല. നല്ല പാത്രം ഉണ്ടാവും, മോശം പാത്രം ഉണ്ടാവും. പക്ഷെ പൊടിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നല്ല മണ്ണായി തീരും. അത് വെച്ചിട്ട് നമുക്ക് നല്ല പാത്രങ്ങൾ നാളെ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ആ ദേഹങ്ങളല്ല പ്രാധാന്യം, ആത്മാവിനെയാണ്. ആ ആത്മാവ് എനിക്ക് വിട്ടു തന്നേക്കൂ, ഞാൻ അത് വെച്ചിട്ട് നല്ല പാത്രങ്ങളൊക്കെ നാളെ ഉണ്ടാക്കി തരാം. അതുകൊണ്ട് അർജുന നീ യുദ്ധം ചെയ്താലും എല്ലാവരെയും കാച്ചിക്കൊള്ളാനാ പറയും. ഫോം മാത്രമേ മാറുന്നുള്ളൂ അല്ലേ സാർ? ഫോം മാത്രമേ മാറുന്നുള്ളൂ, രൂപം മാത്രമേ മാറുന്നുള്ളൂ. വളരെ മനോഹരമാക്കി പറഞ്ഞു. അടുത്തത് 19ാമത്തെ ശ്ലോകമാണ് സാർ. സംഖ്യയോഗത്തിലെ 19ാമത്തെ ശ്ലോകം, 2ാം അധ്യായം. യേനം വീത്തി ഹന്താരം യശ്ചൈനം മന്യതേ ഹതം ഉഭൗ തൗ ന വിജാനീതോ നായം ഹന്തി ന ഹന്യതേ. ഇത് സാധാരണ നമ്മൾ പറയാറുള്ളത് ആത്മാവും, നമ്മൾ സോള് എന്ന് പറയുന്ന ആത്മാവ് എന്നൊക്കെ പറയുന്നതിനെ ഒരിക്കലും നമുക്ക് കൊല്ലാൻ സാധിക്കില്ല. ഒന്നുകൂടി ജസ്റ്റിഫൈ ആണ് ഭഗവാൻ. ഇത് ഒരു പ്രാവശ്യമല്ല, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ സാധാരണ പറയാറുള്ളത് ഒരു കാര്യം നമ്മൾ കഥ പറഞ്ഞു അതിൽ നിന്നൊരു മെസ്സേജ് എടുത്തിട്ട് പറയുന്നതിന് ഡിഡക്റ്റീവ് മെത്തേഡ് എന്നാ പറയാം. അതുപോലെ ആദ്യം ഒരു പൊരുൾ പറഞ്ഞിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയും. ഈ എല്ലാ മെത്തേഡ്സ് ഓഫ് ലേണിംഗ്, ടീച്ചിങ് മെത്തഡോളജിയും ഭഗവാൻ ഇതിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വ്യാസൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഭഗവാൻ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല. ഒറ്റ നോട്ടത്തിൽ ഇതൊക്കെ പറഞ്ഞു തീർത്തിട്ടുണ്ടാവും അർജുനന് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് പറഞ്ഞു തരുമ്പോ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മതിയാവില്ല എന്ന് വ്യാസന് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് എക്സ്പാൻഡ് ചെയ്ത് വ്യത്യസ്ത തരത്തിലൊക്കെ. കാരണം ഈ പഠിതാക്കളിൽ പല തരത്തിലുള്ള ആൾക്കാരുണ്ടാവും. ക്രിസ്പായിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് വേദം പറഞ്ഞിട്ട് പിന്നെ ഉപനിഷത്തും, പിന്നെ അതും കൂടി മനസ്സിലാകാത്തതുകൊണ്ട് കഥാരൂപത്തില് ഇതിഹാസ പുരാണങ്ങളും ഒക്കെ വന്നത്. അങ്ങനെ വന്നിട്ടുള്ള ഇതിഹാസങ്ങളില്, മഹാഭാരതത്തില് ഈ കണ്ടന്റുകളൊക്കെ ക്രിസ്പായിട്ട് 4 ശ്ലോകത്തിൽ 5 ശ്ലോകത്തിൽ പറഞ്ഞു തീർക്കാൻ പറ്റുമെങ്കിലും സാധാരണ വ്യക്തികൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇത് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പറയണമെന്ന് അറിഞ്ഞതുകൊണ്ട് ഈ എഴുത്തുകാരന്റെ ഒരു സ്വാതന്ത്ര്യത്തിലാണ് ഇത് പറഞ്ഞിട്ടുണ്ടാവാന്ന് ഉറപ്പാണ്. ഭഗവാൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് അർജുനന് പറഞ്ഞു കൊടുത്തു എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല എന്നാണ് പൊതുവായിട്ടുള്ള ഒരു ന്യായം. ന ഏവം വേത്തി ഹന്താരം, ഈ ഏതൊരുവനെ, ആത്മാവിനെ നമ്മൾ കൊല്ലുന്നുവെന്ന് ഞാനും നീയും അറിയുന്നോ. പശുർ വേത്തി ശിശുർ വേത്തി, വേത്തി ഗാനരസം ഭേണി എന്ന് പറയാറില്ല. വേത്തി എന്ന് പറഞ്ഞാൽ അറിയാന്ന അർത്ഥം. എല്ലാവർക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആരൊക്കെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നോ, യ ഏനം ഹതം മന്യത്തെ, അത് കൂടാതെ ആൻഡ് ഈ കൊല്ലപ്പെടുന്നവരായിട്ട് നമ്മൾ കരുതുന്ന ഏതൊരാളും എന്ത് നടക്കുന്നില്ല, ന ഉഭൗ ന വിജാനീനഹ, ഈ 2 പേരും വാസ്തവത്തില് കൊല്ലുന്ന ആളും അറിയുന്നില്ല, കൊല്ലപ്പെടുന്ന ആളും അറിയുന്നില്ല. ഞാൻ ചെയ്യുന്നു എന്നുള്ള ധാരണയിൽ ചെയ്യുമ്പോഴല്ലേ ഞാൻ ചെയ്യുന്നു എന്നുള്ള അറിയുള്ളൂ.
ഞാനില്ലല്ലോ. ഈ രൂപമല്ലേ ഇത് ചെയ്യുന്നത്, എന്റെ കൈയല്ലേ ചെയ്യുന്നത്, എന്റെ ഹാർട്ടല്ലേ ചെയ്യുന്നത്, എന്റെ ബുദ്ധിയല്ലേ ചെയ്യുന്നത്, എന്റെ ആത്മാവല്ലല്ലോ. അതുകൊണ്ട് എന്റെ ആത്മാവ് അറിഞ്ഞിട്ടല്ല ഇതൊന്നും ചെയ്യുന്നത്. അയം ന ഹന്തി ന ഹന്യതേ. ആരെയും നീ കൊല്ലുന്നുമില്ല, ആരും ഇവിടെ മരിക്കുന്നുമില്ല. നമ്മൾ ആരും മരിക്കുന്നില്ല എന്ന് പറയുമ്പോ ആരോ ഒരാൾ കലം ഉടച്ചിട്ടുണ്ടെങ്കിൽ, കലം ഉടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് ഉടച്ചിട്ടുള്ള ഒരാൾ ഉണ്ടാവുമല്ലോ. ഇനി കലം ഉടഞ്ഞു പോകുന്നാലും ഒന്നും നശിക്കുന്നില്ല എന്ന് പറയുന്ന ഒരാൾക്ക് കലം ഉടച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉടച്ചിട്ടേ ഇല്ല, അതിന്റെ രൂപം മാറ്റിയിട്ടുള്ളൂ പറയും. അത് തിരിച്ചുണ്ടാക്കാൻ എനിക്ക് സാധിക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ അത് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല. അപ്പൊ ഇതിന് കാരണം അന്വേഷിച്ചിട്ട് പോലീസ് വരാൻ പോകുന്നൊന്നുമില്ല. ഇതാരാണ് കൊന്നത് എന്ന് അന്വേഷിച്ചിട്ട് FIR ഉണ്ടാക്കാൻ ആരും വരില്ല അവിടെ. കാരണം അങ്ങനെ സംഭവം നടക്കുന്നില്ല. അല്ലെങ്കിൽ ഇപ്പം മഹാഭാരത യുദ്ധം കഴിയുന്ന എന്തായാലും പോലീസ് വന്നിട്ട് എന്തൊക്കെ കേസെടുത്തിട്ടുണ്ടാവും അർജുനന്റെ പേരിൽ. അപ്പൊ ആ കേസൊന്നും എടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. കാരണം ആരും ഇവിടെ കൊല്ലുന്നില്ല, ആരും കൊല്ലപ്പെടുന്നുമില്ല. ഏവം വേത്തിഹന്താരം, ഒരാളും ആരെയും കൊല്ലുന്നില്ല. ന്യായം ഹന്തിന ഹന്യതേ, ഒരാൾക്കും ആരെയും കൊല്ലാനും സാധിക്കില്ല എന്ന് മനസ്സിലാക്കുക. കാരണം ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഈ ശരീരമല്ല, ആത്മാവാണ്. ആത്മാവിനെ ആർക്കും കൊല്ലാൻ പറ്റില്ല. ആത്മാ ആണ് ഇമ്പോർട്ടന്റ്, സോൾ ആണ് ഇമ്പോർട്ടന്റ്. ഇത് തന്നെയാണ് നമ്മൾ ഫിസിക്സിൽ പറയുന്ന എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്ന് പറയുന്നത്. ഒരിക്കലും എനർജിയെ ഡിസ്ട്രോയ് ചെയ്യാൻ സാധിക്കില്ല, അതിന്റെ ഫോം മാറ്റാനേ പറ്റുള്ളൂ. അതുപോലെ മണ്ണൊരിക്കലും നഷ്ടപ്പെടുത്താൻ പറ്റില്ല, മണ്ണിന്റെ ഫോം മാത്രമേ മാറ്റാൻ പറ്റൂ. വിളക്കൊരിക്കലും നശിപ്പിക്കാൻ പറ്റില്ല, വിളക്കിന്റെ ഷേപ്പ് മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. അത് ഉരുക്കിയിട്ട് പിന്നെ പുതിയ രൂപത്തിൽ വരും, കുറച്ചും കൂടി ശുദ്ധമായിട്ട് ചിലപ്പോൾ വന്നു വരും. അങ്ങനെയാണല്ലോ. അപ്പൊ അത് നടന്നോട്ടെ, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അതായത് മെറ്റൽസ് ആണെങ്കിൽ അത് പ്യൂരിഫൈഡ് ആക്കി എടുക്കും അല്ലെ, മാറ്റിയെടുക്കും. നമ്മൾ കലർത്തും. ചിലപ്പം മലബാറിലാണെങ്കിൽ ചെമ്പ് കലർത്തും, അതേസമയത്ത് തെക്ക് ഭാഗത്താണെങ്കിൽ സിൽവർ കലർത്തും. അപ്പൊ എനിക്ക് വൈറ്റ് ഗോൾഡ് വേണോ അല്ല റെഡ് ഗോൾഡ് വേണോ എന്ന് തീരുമാനിക്കാം. അത്രേ ഉള്ളൂ വ്യത്യാസം. അതിൽ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യുന്നു മാത്രം. അത് ഭഗവാൻ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതാണ്. ചിലരില് കുറച്ച് ഊർജ്ജസ്വലത കിട്ടാൻ വേണ്ടിയിട്ട്, സോഫ്റ്റ് ആക്കാൻ വേണ്ടി പറ്റുന്ന എന്തൊക്കെ ചേർക്കാൻ പറ്റുമോ അത് ചേർത്തിട്ട് ഒരു മിശ്രിതം ഉണ്ടാക്കിയിട്ടാണ് വിടുക. അത് ചേർക്കുന്നത് രാജസിക ഗുണം ചേർക്കണോ, താമസിക ഗുണം ചേർക്കണോ, സാത്വിക ഗുണം ചേർക്കണോ എന്ന് ഞാൻ തീരുമാനിച്ചിട്ടാണ് നിങ്ങൾക്ക് അതിന്റെ ഷേപ്പ് തരുന്നതും അതിന്റെ ഗുണം തരുന്നതും. കുറച്ചും കൂടി സ്ട്രോങ് ആണ് മലബാറുകാർക്കൊക്കെ ഗോൾഡിന് വേണ്ടത്. അപ്പൊ എന്ത് ചെയ്യും, യഥാർത്ഥ ഗോൾഡ് വളരെ ഫ്ലെക്സിബിൾ ആണ്. അതിങ്ങനെ ഒടിച്ചു മറിച്ചെന്നാണ് സാധാരണ തുണി ഇല്ലേ നൂല് പോലെ ചെയ്യാൻ പറ്റുന്നതാണ് ഗോൾഡ്. അതുകൊണ്ട് നമുക്ക് ഓർണമെന്റ്സ് ഉണ്ടാക്കാൻ പറ്റില്ല. ഓർണമെന്റ്സ് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് ശക്തിയുള്ള ഒരു പിന്നെ മെറ്റലും കൂടി ആഡ് ചെയ്യണം. അതുകൊണ്ടാണ് സിൽവറോ കോപ്പറോ ഉപയോഗിക്കുന്നത്. അത് ചെമ്പിന്റെ കളറാണ്, കോപ്പറിന്റെ കളറാണെങ്കിൽ കുറച്ചും കൂടി സ്ട്രോങ്ങർ ആവും. അതാണ് ചിലർക്ക് ഇഷ്ടം. മറ്റേത് കുറച്ചും കൂടി വൈറ്റിഷ് ഗോൾഡ് ആണ്, കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആണ്. അപ്പൊ രാജസികമാണ് ചേർക്കേണ്ടതെങ്കിൽ നോർത്ത് മലബാറിൽ ഉണ്ടാക്കുക. കുറച്ച് സാത്വികമായിട്ടാണ് ഗോൾഡ് വേണ്ടതെങ്കിൽ സെൻട്രൽ തൃശ്ശൂരൊക്കെ ആണെങ്കിൽ അങ്ങനെ അവരുണ്ടാക്കുക. അപ്പൊ ഇതൊക്കെ വ്യത്യാസമുള്ളൂ. വളരെ മനോഹരമായിട്ട് സാർ അത് പറഞ്ഞു. നമ്മുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കും. കാരണം അതിലെ എനർജി കനോട്ട് ബി ഡിസ്ട്രോയിഡ് എന്നുള്ള ആ ഒരു തിയറിയും അതുപോലെ തന്നെ പ്യൂരിഫിക്കേഷനും കൂടെ ആകുമ്പോൾ ഇത് കണക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അടുത്ത 20ാമത്തെ ശ്ലോകമാണ് സർ, സംഖ്യയോഗത്തിലെ 2ാം അധ്യായത്തിലെ 20ാമത്തെ ശ്ലോകം. ന ജായതേ മ്രിയതേ വാ കഥാചിത് നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ അജോ നിത്യം ശാശ്വതോയം അജോ നിത്യശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ഇത് നമ്മുടെ ഉപജാതി എന്ന് പറയുന്ന ഗ്രാമറിലാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ ചൊല്ലുന്നതിന്റെ നമ്പർ ഓഫ് ലെറ്റേഴ്സിന്റെ കൗണ്ട് മാറുന്നത്. ഇത് ഉപനിഷത്ത് മന്ത്രത്തിന്റെ ഉപനിഷത്ത് വാക്യമാണ്. കൃത്യം പറഞ്ഞാൽ ഇത് ഭഗവത്ഗീതയിൽ അഡാപ്റ്റ് ചെയ്തിട്ടുള്ള ഉപനിഷത്ത് വാക്യങ്ങളിൽ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു വാക്കാണെന്ന് വേണമെങ്കിൽ പറയാം. ന ജായതേ മ്രിയതേ വാ കഥാചിത്. ആ ഒരു അയം കഥാചിത്, ഞാൻ ആകുന്ന കഥാചിത്ത്. അത് ഈ ഭഗവാൻ ഇവിടെ ഞാൻ എന്നല്ല പറയുന്നത്. നമ്മൾ പറയുമ്പോ ഭഗവാൻ എന്ന് പറയാം. ഇവിടെ ഇത് പറയുന്ന സമയത്ത് ഈ ആത്മാവ് എന്റെ സ്ഫുലിംഗങ്ങളിൽപ്പെട്ടിട്ടുള്ള എന്റെ ഭാഗമായിട്ടുള്ള ആത്മാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം എല്ലാം ഭഗവാന്മാരുടെ ഒരു ഭാഗമായിട്ടാണല്ലോ നമ്മൾ കാണേണ്ടത്. അപ്പൊ അത് ഒരിക്കലും ജനിക്കുന്നില്ല. ജായതേ ന മ്രിയതേ വാ, ഒരിക്കലും മരിക്കുന്നുമില്ല. ജനനവുമില്ല, മരണവുമില്ല. ജായതേ ന മ്രിയതേ വാ, അതും ഇല്ല എന്നർത്ഥം.
ആൻഡ് എന്നുള്ള അർത്ഥമാണ്. അയം ഭൂത്വ ഭൂയ ന, അങ്ങനെ ഒരാൾ ഉണ്ടായിട്ടുമില്ല മുമ്പ്. നമ്മളിപ്പോ ധരിക്കണ്ടല്ലോ ഇയാൾ ഉണ്ട്, അങ്ങനെ ഒരാൾ ഉണ്ടായിട്ടില്ല പണ്ട്. കാരണം മണ്ണ് മാത്രമേ ഉള്ളൂ, പാത്രമേ ഉള്ളൂ. ആ സ്വർണത്തിന്റെ കാതല് മാത്രമേ ഉള്ളൂ. 24 ക്യാരറ്റ് ആണ്, 32 ക്യാരറ്റ് ആണോ, എത്രയാണ് ക്യാരറ്റ് കൂടെ, അതിനകത്ത് 8 ആഡ് ചെയ്യണോ വേണ്ടോ നിങ്ങൾ തീരുമാനിക്കാം. ഭവിത വ ന, അത് ഇല്ലാതാകുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ഇല്ലാണ്ടാക്കാനും എനിക്ക് പറ്റില്ല. വ്യത്യസ്ത രൂപങ്ങളിൽ മാത്രമേ ഇതിനെ മാറ്റിക്കൊണ്ടിരിക്കാൻ സാധിക്കുള്ളൂ. അജ നിത്യ ശാശ്വത പുരാണ അയം, അത് ജന്മരഹിതമാണ്, നിത്യമായിട്ട് ശാശ്വതമായിട്ട് പണ്ടേയുള്ള ഏതവസ്ഥയിലാണോ ആ അവസ്ഥയിൽ തന്നെ വ്യത്യസ്തമായ ചെറിയ ചെറിയ രൂപമാറ്റങ്ങളിൽ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടും അപ്രത്യക്ഷപ്പെട്ടിട്ടും പിന്നെ പ്രത്യക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അപ്രത്യക്ഷപ്പെട്ടിട്ടും, പ്രത്യക്ഷപ്പെടാത്തിട്ട് സ്ഥിരമായിട്ട് അപ്രത്യക്ഷമായിട്ട് പോകുന്നുള്ളൊരു തോന്നലുണ്ടല്ലോ, അതിന്റെ ആവശ്യമില്ല. അതെന്തുകൊണ്ടാണ്? ശരീരേ ഹന്യമാനേ, നമ്മുടെ ശരീരം ഹനിക്കപ്പെടുമ്പോഴും ഇല്ലാതാക്കുമ്പോഴും ന ഹന്യതേ, ശരിക്കും പറഞ്ഞാൽ ശരീരം ഇല്ലാതാക്കുന്നില്ല. അതിനെ ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് അതിനെ മാറ്റുന്നേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഒരിക്കലും ദുഃഖിക്കേണ്ട കാര്യമില്ല. അശോച്യ, ഇതിന്റെയൊക്കെ ഫസ്റ്റ് തുടങ്ങുന്നത് അശോച്യ എന്നാണ്, ദുഃഖം വേണ്ട. പിന്നെ ഇതിന്റെയൊക്കെ അവസാനം എന്ന് പറയുന്നത് എന്താണ്? തസ്മാത് ഉദ്യസ്വ ഭരത, എഴുന്നേറ്റ് യുദ്ധം ചെയ്യണം. ദുഃഖിക്കണ്ട, യുദ്ധം ചെയ്തോളാം. ഈ രണ്ട് കാര്യങ്ങളുടെ ഇടയിൽ ഫില്ല് ചെയ്യുന്നതാണ് ബാക്കി എല്ലാ ശ്ലോകങ്ങളും. റൈറ്റ്? നമ്മളുടെ കർമ്മം ചെയ്യുന്നതിനിടയ്ക്ക് നമ്മൾ അതിനെപ്പറ്റി ഒന്നും കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഡ്യൂട്ടി മാത്രം ചെയ്യുക, അല്ലേ സാർ? ആ ഒരു ബോഡി കോൺഷ്യസ് ആകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അടുത്തത് 21ാമത്തെ ശ്ലോകം കൂടി കഴിയുമ്പോ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, ഇത് ഓരോന്ന് പറയുമ്പോഴും അത് ഫേമസ് ആണ്, അത് ഉജ്ജ്വലമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. കാരണം 22ാമത്തെ ശ്ലോകമാണ് വാസാംസി ജീർണാനി. അതെത്തുമ്പോഴത്തേക്കും ഈ ഒരു ക്ലൈമാക്സ് എത്തി. ഇപ്പൊ ഇങ്ങനെ കെറ്റി കൊണ്ടുപോവാണ്. അത് കെറ്റി കൊണ്ടുപോയിട്ട് അവസാനം 22 ആകുമ്പോഴത്തേക്കും അവസാനത്തെ ഒരു വാക്കും അങ്ങോട്ട് പറഞ്ഞിട്ട് മതി എന്നുള്ള അവസ്ഥയ്ക്ക് തോന്നും ഭഗവാന് തന്നെ. അപ്പൊ 21 കൂടി വായിക്കുമ്പോഴത്തേക്കും നമ്മൾ അങ്ങേ ഏറ്റവും ക്ലൈമാക്സിൽ എത്തിയിട്ടുണ്ട്. 21ാമത്തെ ശ്ലോകം വായിക്കാം. സാഖ്യയുഗത്തിലെ 2ാം അധ്യായത്തിലെ 21ാമത്തെ ശ്ലോകം. വേദാവിനാശിനം നിത്യം യ ഏനമജമവ്യയം കഥം സ പുരുഷ പാർത്ഥ കം ഖാദയതി ഹന്തികം. സപുരുഷ, ആ പുരുഷൻ, അയാള്, നമ്മൾ മരിക്കുന്നോ ജനിക്കുന്നോ ഒക്കെ വിചാരിക്കുന്ന ആ മനുഷ്യൻ. ഏ പാർത്ഥ എന്നാണ്. ഇവിടെ കുറച്ചും കൂടി സ്നേഹം കൂടിയിട്ടാണ് വിളിക്കണം. ആ പുരുഷന്മാരുടെ കഥയൊക്കെ പറയുന്ന സമയത്ത് അടുത്ത ഫ്രണ്ട്സ് പറയുന്ന പോലെയാണ്. നമ്മളും അയാളും നിങ്ങളും എന്നൊക്കെ പറയുമ്പോ ആ അവസ്ഥയിലാണ്. യ ഏനം അവിനാശിനം, ഏതൊരുവനെ, ഏതൊരാത്മാവിനെ, ആ ഏതൊരുവൻ എന്ന് പറയുമ്പോൾ ആത്മാവാണ് നമ്മൾ കാണുന്നത്. ഏതാത്മാവിനെ നിത്യം അജം അവ്യയം വേദ, അവ്യയം ചെയ്യാത്തത്, വ്യയം ചെയ്യാത്തത്, നാശമില്ലാത്തത്, ഏത് ജന്മമാണോ ജന്മരഹിതമായിട്ടും ക്ഷയമില്ലാത്തവനായിട്ടും മരിക്കാത്തവനായിട്ടും ഒക്കെ നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്, ആ വ്യക്തി, ആ പുരുഷൻ കം കഥം ഖാദ ഇതി എന്ന് പറഞ്ഞാൽ ആരും അവരെ കൊല്ലുകയോ കൊല്ലാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇതൊക്കെ നമ്മുടെ ഒരു മായ മാത്രമാണ്. അത് തന്നെയാണ് നെക്സ്റ്റിൽ പറയാം. ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, സെയിം സംഭവം. 22nd. അടുത്തത് 22ാമത്തെ ശ്ലോകം. അതോടുകൂടി നമുക്ക് ഈ ഒരു സെഷൻ നിർത്താം. വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാ ന്യന്യാനി സംയാതി നവാനി ദീഹി. ഇതില് നമ്മൾ രണ്ട് തരത്തിലുള്ള നേച്ചറാണ് മനുഷ്യനുള്ളത്. ഒന്ന്, നമ്മളാവുന്ന ഒരു താഴേക്ക് നടയിൽ നിൽക്കുന്ന അഹങ്കാരമാകുന്ന അവനവൻ എന്ന ധാരണയിൽ നമ്മൾ ജീവിക്കുന്ന, അത് റിലീജിയസ് ലൈഫിൽ നമ്മൾ തോളിൽ തുണിയൊക്കെ ഇട്ടിട്ട് അമ്പലത്തിലൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ഒരു സെൽഫ് ആയിട്ട് നമ്മളെ സ്റ്റൈലിഷ് ആയിട്ടൊക്കെ നടത്തുന്ന ഒരു ഡ്യൂട്ടി കോൺഷ്യസ് ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു സ്വഭാവമൊക്കെ കാണിക്കുന്ന ഒരാളുണ്ടല്ലോ, അത് ലോവർ സെൽഫാണ്. ഹയർ സെൽഫ് എന്ന് പറയുന്നത് ഞാനാകുന്ന എന്റെ പൊരുള്,
അത് വളരെ പീസ്ഫുള്ളും വളരെ സിൻസിയറും ഉള്ളിന്റെ ഉള്ളിൽ ഹാപ്പിയും, ഈ മറ്റേയാൾക്ക് ചുമലിരിക്കുന്ന തുണി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമ്പോൾ ഒരു കോൺഷ്യസ് ആവുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അങ്ങനെയൊക്കെ ഈ പ്രദക്ഷിണം വെക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ നമ്മൾ കാണുമ്പോൾ മനസ്സിലാവുന്നത്, ഓ ഇയാൾ ലോവർ സെൽഫിലുള്ള ആളാണ്. ഇതൊന്നും കെയർ ചെയ്യാതെ ആ തുണി താഴെ വീണാലും കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു നേച്ചർ ഉണ്ടല്ലോ, അത് ഹയർ സെൽഫാണ്. അപ്പൊ നമ്മൾ ഈ കാണിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നും നമ്മളാകുന്ന ഐഡന്റിറ്റിയെ നമ്മൾ ഡിസ്കവർ ചെയ്യാതെ നമ്മുടെ അർത്ഥത്തെയും കാമത്തെയും ധർമ്മത്തെയും മാത്രം ഡിസ്കവർ ചെയ്തുകൊണ്ട് ഈ ശരീരത്തിനും പ്രാധാന്യത്തിനും അത് കൊടുത്തിരിക്കുന്ന പുടവക്കും അതിന്റെ സ്റ്റാൻഡേർഡിനും ഒന്നും ഒരു വില കൽപ്പിക്കാതെ ഇരിക്കുന്ന ഒരു ലോവർ ആൻഡ് ഹയർ സെൽഫ് നമ്മളിലുണ്ട്. അത് നമ്മൾ ഡിറ്റക്ട് ചെയ്യണം. ശരിക്കും ആ ഡിറ്റക്ട് ചെയ്യുന്നതാണ് നമ്മൾ നന്നാക്കിയെടുക്കാനും ഒക്കെ സാധിക്കുന്ന ഒരവസ്ഥ എന്ന് അറിയുമ്പോഴാണ്, ആ ഹയർ സെൽഫ് ഡിസ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ്, അവിടത്തേക്ക് എത്താനുള്ള മാർഗമാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞു തരുന്നത്. അതുകൊണ്ടാണ് ഈ രൂപവും രൂപമില്ലായ്മയും ഒക്കെ നമ്മളെ കൃത്യമായിട്ട് മനസ്സിലാക്കി തരാൻ ഭഗവാൻ ശ്രമിക്കുന്നത്. അത് മനസ്സിലാവാതെ പോകുമ്പോൾ അത് കഴിഞ്ഞാലും നമ്മൾ ഈ പ്രകടനങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കും. ആ പ്രകടനങ്ങളല്ല പ്രാധാന്യം, ആ കാണിക്കലല്ല പ്രാധാന്യം എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അതാണ് വാസാംസി ജീർണാനി യഥാവിഹായ നവാനി ഗൃഹണാനി നരോ അപരാണി. ഈ ഗാർമെന്റ്സ്, നമ്മൾ കാണുന്ന ഡെക്കറേഷൻസ്, ആ ഡെക്കറേഷൻസ് അതൊന്നുമില്ല, അതൊക്കെ പോയി, വോൺ ഔട്ടാണ്. അതൊക്കെ കേടായി നശിച്ചു പോകുന്ന സംഭവങ്ങളാണ് നമ്മൾ ഈ കാണുന്ന ഈ കിരീടങ്ങളായാലും ഡ്രസ്സുകളായാലും. ആ വസ്ത്രങ്ങളൊക്കെ വെടിഞ്ഞ് മനുഷ്യൻ എങ്ങനെയാണോ, മനുഷ്യൻ എന്നുള്ള രൂപത്തിൽ നമ്മൾ എങ്ങനെയാണോ ജീവിക്കുന്നത് ആ അവസ്ഥയിലെത്തുമ്പോ മിക്കവാറും ഈ ഭഗവത്ഗീതയിലെ ഏത് ശ്ലോകങ്ങൾക്കാണോ മീറ്റർ കുറച്ച് കൂടുതൽ, ഉപജാതിയിലൊക്കെ വരുന്നത് ഏതാണോ അത് വലിയ മെസ്സേജുകൾ അയക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ 20, 16, 22 എന്നൊക്കെ എത്തുമ്പോൾ അത് മാത്രം വായിച്ചാൽ അതുവരെയുള്ള ചെറിയ ശ്ലോകങ്ങളൊക്കെ നമുക്ക് വെടിഞ്ഞു പോവാം, വലിയ പ്രശ്നമൊന്നും വരില്ല. തഥാ അത് ആ വിധത്തില് ഇതെന്ത് ചെയ്യും, ശരീരാണി, നമ്മുടെ ശരീരത്തില് വിഹായ, നമ്മൾ ഈ കാസ്റ്റിംഗ് ചെയ്യുമല്ലോ, വേഷങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ടൊക്കെ പറയുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ അതൊക്കെ വിട്ട് തഥാ ദേഹി ജീർണാനി, നമ്മുടെ ഈ ദേഹം എന്ന് പറയുന്ന ആ ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഭാഗം മാത്രം നോക്കിയിട്ട് നമ്മുടെ ഉള്ളിന്റെ കാതൽ നമ്മൾ മനസ്സിലാക്കുമ്പോ നവാനി അന്യാനി സംയാനി, പുതിയ വേറെ ശരീരങ്ങൾ പ്രാപിക്കുന്നത് പോലെ നമ്മുടെ ജന്മത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിക്കൊണ്ട് അതിന്റെ ഒരു കാതൽ മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാവാൻ സാധിക്കും എന്ന് ഭഗവാൻ പറയാണ്. അപ്പൊ ഈ ശരീരം പോകുന്നത്, നമ്മുടെ പ്രാണൻ പോകുന്നത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഏതുപോലെയാണ്, ഇതിലും ഭഗവാൻ ശ്ലോകം തമ്പുരാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പഴക്കമാർന്നുള്ള പടങ്ങൾ മാറ്റി, പടം എന്ന് പറഞ്ഞാൽ ഡ്രസ് എന്നർത്ഥം, പഴക്കമാർന്നുള്ള പടങ്ങൾ മാറ്റി. ഇതും ഉപജാതിയിൽ തന്നെ തമ്പുരാനും എഴുതിയിരിക്കുന്നത്. നവങ്ങൾ വസ്ത്രങ്ങൾ നരൻ ഗ്രഹിപ്പൂ, പുതിയ വസ്ത്രങ്ങൾ മനുഷ്യനിടുന്നു. ഔവണ്ണം ജീർണ തനുക്കൾ മാറ്റി, അതുപോലെ ജീർണിച്ച ഈ ശരീരം മാറ്റിയിട്ട് നവീന ദേഹങ്ങൾ എടുപ്പു ദേഹി, എന്റെ ആത്മാവ് പുതിയ ദേഹങ്ങളെ പ്രാപിക്കുന്നു. അതുകൊണ്ട് ദേഹം കളയുന്ന സമയത്ത് അർജുന നീ ഒരിക്കലും വിഷാദത്തിൽ ആവശ്യമില്ല, അതുകൊണ്ട് ഫൈറ്റ് ചെയ്തോളാം. എന്റെ അവസാനമൊക്കെ ആ ശ്ലോകത്തിൽ തീർക്കാം നമുക്ക്. അതുകൊണ്ട് നീ ദുഃഖിക്കണ്ട, അതുകൊണ്ട് നീ ഫൈറ്റ് ചെയ്തു. എന്ത് രസകരമായിട്ടാണ് പറഞ്ഞതെന്ന് ആലോചിച്ചു. നമ്മുടെ ഒരു ഇമ്മോർട്ടാലിറ്റി നമ്മളെ വീണ്ടും വീണ്ടും റിമൈൻഡ് ചെയ്യുകയാണ് അല്ലെ ഭഗവത്ഗീത എന്ന് പറയുന്നത്. നമ്മുടെ ആ അമരത്വത്തെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു പുസ്തകം തന്നെയാണ്, മഹത് ഗ്രന്ഥം തന്നെയാണ് എന്നുള്ളത് സാറ് ശാസ്ത്രവുമായിട്ട് ചേർത്ത് വെച്ചിട്ടാണ് നമുക്ക് ഇതുവരെ വിശദീകരിച്ച് നൽകിയിരിക്കുന്നത്. എനർജി, മാറ്റർ എല്ലാം സാറ് മനോഹരമായിട്ട് പറഞ്ഞു തന്നെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മെറ്റൽസ് എങ്ങനെയാണോ പ്യൂരിഫൈ ചെയ്യാൻ പോകുന്നത് അതുപോലെ ഓരോരുത്തരിലും രാജസികവും താമസികവും സാത്വികവും ഒക്കെ ചേർത്തിട്ടാണ് അവരെ അതാത് പ്രവണതകൾക്ക് അല്ലെങ്കിൽ വാസനകൾക്ക് അനുസരിച്ചിട്ട്, ഇൻസ്റ്റിങ്സിനനുസരിച്ചിട്ടുള്ള വാസനകൾ നൽകി നമ്മളെ പ്രകൃതി ശാക്തീകരിക്കുന്നത് എന്നുള്ള മഹത്തായ ഒരു വിശദീകരണമാണ് സാറ് നൽകിയത്. വളരെ മനോഹരമായിട്ട് 22-ാം ശ്ലോകം വരെ സാറ് പറഞ്ഞു കഴിഞ്ഞു. സാർ ഇനി കുറെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതില്